ഓക്കെ, അപ്പോ നമ്മൾ എന്താ ഡിറ്റക്ഷൻ ഓഫ് എന്താണ് പ്രൈമറി സെക്കൻഡറി ആൻഡ് എന്താണ് ടേർഷറി ആൽക്കഹോൾ ആണ് നമ്മൾ പറയുന്നത്. പ്രൈമറി സെക്കൻഡറി ടേർഷറി ആൽക്കഹോൾ നിങ്ങൾക്ക് ഈ റിയാക്ഷൻസ് അറിയാം. ഇതെന്താണ് അതാ RCH2OH. ഇതെന്താണ് ഈ ZnCl2/HCl എന്ന് പറയുന്നത്? ലൂക്കാസ് റിയേജന്റ് ആണ്. എന്ത് റിയേജന്റ് ആണ്? ലൂക്കാസ് റിയേജന്റ്. ഇവിടെ എന്ത് റിയാക്ഷൻ ആണ് നടക്കുക? അഡീഷൻ റിയാക്ഷൻ ആണോ, എലിമിനേഷൻ റിയാക്ഷൻ ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ നടക്കുക? എന്താ നടക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ OH മാറി അവിടെ എന്ത് വരും? Cl എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയോ, ഇതെന്താണ്? പ്രൈമറി ആൽക്കഹോൾ ആണ്. നമുക്ക് കറസ്പോണ്ട് എന്ത് കിട്ടി? അതിന്റെ ആൽക്കൈൽ ഹാലൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇതേ സെക്കൻഡറി ആൽക്കഹോൾ റിയാക്ഷൻ നടക്കണം. ഇവിടെ എന്തുണ്ട്? 2 R ഗ്രൂപ്പ് അറ്റാച്ച് ആയിട്ടുണ്ട്. റിയാക്ഷൻ നടക്കണം. അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടി നമുക്ക്? അതിന്റെ ആൽക്കൈൽ ഹാലൈഡ് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ടേർഷറി, അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടി? ആൽക്കൈൽ ഹാലൈഡ് കിട്ടി. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കും തോറും ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഈ സംഭവം അങ്ങനെ മറന്നു. ജസ്റ്റ് ലൂക്കാസ് റിയേജൻ ടെസ്റ്റ് എന്നെങ്കിലും എഴുതി വെച്ച് പ്രൈമറി സെക്കൻഡറി ആൽക്കഹോൾ എന്നെങ്കിലും എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ റിയാക്ഷൻ മെക്കാനിസം ഫോളോ ചെയ്യുന്നുണ്ട്. SN1 ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്തുണ്ട്? SN2 ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലേ? ശരിയല്ലേ? ബൾക്കി ഗ്രൂപ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ഫോളോ ചെയ്യും? SN1 റിയാക്ഷൻ മെക്കാനിസം എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ശരിയല്ലേ? ഇവിടെ ഏതാ ബൾക്കി ഗ്രൂപ്പ് വന്നിരിക്കുന്നത്? ഇവിടെയാണ് CH3 വന്നിട്ടുണ്ട്. ശരിയല്ലേ? 3 CH3 ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്ത് റിയാക്ഷൻ മെക്കാനിസം ഫോളോ ചെയ്യുക? SN1 ആണ് ഫോളോ ചെയ്യുക. ഇത് രണ്ടും എന്താണ്? SN2 റിയാക്ഷൻ മെക്കാനിസം ആണ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ, ശ്രദ്ധിക്കുക. അപ്പൊ ഏത് റിയാക്ഷനാ പെട്ടെന്ന് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുക? ഏത് ചെയ്യുക? പെട്ടെന്ന് എന്ത് ചെയ്യുക? നടക്കുക. ടേർഷറി ആണ് കേട്ടോ. ഏതാണ് ഈ റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുക? പെട്ടെന്ന് എന്ത് ചെയ്യുക? നടക്കുക. ഇവിടെ എന്താ പെട്ടെന്ന് നടക്കാനുള്ള റീസൺ? പെട്ടെന്ന് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇതെന്താവും? കറസ്പോണ്ടിങ് എന്താവും? സ്റ്റേബിൾ കാർബോകാറ്റോൺ ആയിട്ട് മാറും. എന്നിട്ടാണ് ഈ Cl വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുക, അല്ലെ? കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ സാധനം എന്ത് ചെയ്യും? ടർബിഡിറ്റി ഫോം ചെയ്യും. എന്താ ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ? പ്രസിപ്പിറ്റേറ്റ്, അല്ലെ? പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ടേർഷറി ആൽക്കഹോളിനെ എടുത്ത് അതിൽ HCl-ഉം ZnCl2 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും? അതിന്റെ എന്ത് കിട്ടും? ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഇതെന്താണ്? ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ആയിരിക്കും എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. അപ്പൊ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് അവിടെ ശ്രദ്ധിക്കുക. പ്രൈമറി സെക്കൻഡറി ടേർഷറി ആൽക്കഹോൾ 3 എന്ത് ചെയ്തിട്ടുണ്ട്? 3 ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് HCl ആഡ് ചെയ്യണോ, അതുപോലെ തന്നെ എന്തും ആഡ് ചെയ്യണോ? ZnCl2 ആഡ് ചെയ്യണോ? ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണോ? 3 വെച്ച് നോക്കുകയാണ്. 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. അപ്പൊ 3 ഞാൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ടെസ്റ്റ് ട്യൂബ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി. സെക്കൻഡത്തെ ആണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി. ടേർഷറി പറയും 3-മത്തെയാണ്. അപ്പൊ ഞാൻ അറ്റ് എ ടൈം എന്താ ആഡ് ചെയ്യാണ്? HCl എന്താണ്? ZnCl2 ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുന്ന സമയത്ത് ടേർഷറി എന്ത് ചെയ്യും? ഫസ്റ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആഫ്റ്റർ 5 മിനിറ്റ്സ് ആയിരിക്കും എന്ത് ഫോം ചെയ്യുക? സെക്കൻഡറി എന്ത് ചെയ്യുക? ഫോർമേഷൻ നടക്കുക. പ്രൈമറി എന്താണ്? ഫോം ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്താൽ ഫോം ചെയ്യും? ഹീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫോം ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? പെട്ടെന്ന് ഫോർമേഷൻ നടക്കുന്ന ടർബിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാവും? ടേർഷറി ആൽക്കഹോൾ ആണെന്ന് മനസ്സിലാവും. അതേ ആഫ്റ്റർ 5 മിനിറ്റ്സ് ആണ് ടർബിഡിറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? സെക്കൻഡറി ആൽക്കഹോൾ ആണെന്ന് മനസ്സിലാവും. അതേ എന്താണ്? വൈൽ ഹീറ്റിംഗ് ആണ് ടർബിഡിറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും? പ്രൈമറി ആൽക്കഹോൾ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്താണ്? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം. എന്താണ്? നമുക്ക് എന്തിനുള്ള ടെസ്റ്റ് ആണ്? പ്രൈമറി സെക്കൻഡറി ടേർഷറി ആൽക്കഹോളിനുള്ള ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതേ റിയാക്ഷൻ ഇത് അവിടെ നോക്കിയതാ. ഫീനോളിനുള്ള ടെസ്റ്റ്. എന്തിനുള്ള ടെസ്റ്റ്? ഫീനോളിനുള്ള ടെസ്റ്റിലാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ആകെ ഒരൊറ്റ സിസ്റ്റം ആഡ് ചെയ്യുന്നുള്ളൂ. ആ സിസ്റ്റത്തിന്റെ പേരാണ് എന്താണ്? FeCl3. എന്താണ്? ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ നോക്കിയോ, ശ്രദ്ധിച്ചോ? ഇവിടെ എന്താ സംഭവിക്കുക? നമുക്കറിയാം എന്താണത്? ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫീനോൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? എന്താ ആഡ് ചെയ്യണത്? FeCl2 ബാർ എന്താണ്? ഒരു Cl ഇങ്ങനെ എഴുതുന്നു ഞാൻ. FeCl3 അല്ല ആഡ് ചെയ്യണത്, ഇങ്ങനെ എഴുതുന്നു ഞാൻ. ഇവിടുന്ന് എന്ത് പോയി? HCl എന്ത് ചെയ്തു? പോയി. HCl പോയാൽ ബാക്കി പിന്നെ എന്താ കിട്ടുക നമുക്ക്? ഇവിടെ എന്താ ഉള്ളത്? ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്, പിന്നെന്താണ്? ഒരു FeCl2. ഇതെന്താണ്? ഒരു കോംപ്ലക്സ് ആണ്. ഇതെന്താണ്? ഒരു അയൺ കോംപ്ലക്സ് ആണ്.
ഇത് എന്താണ് ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫീനോൾ നോർമലി എങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം. കളർലെസ് ലിക്വിഡ് ആയിരിക്കും ഫീനോൾ. പക്ഷേ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടന്നു ഇപ്പൊ തുറന്നു വെച്ച് വിചാരിക്കുക, അതൊരു യെല്ലോയിഷ് കളറായിട്ട് മാറും. ഒരു യെല്ലോയിഷ്, പെയിൽ യെല്ലോയിഷ് ബേസ്ഡ് ആയിട്ട്, ഒരുപാട് ഇതല്ല എന്നാലും ഒരു യെല്ലോയിഷ് ബേസ്ഡ് ആയിട്ട് മാറും. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് ഫോർമേഷൻ നടത്തുന്ന സമയത്ത് എന്തായിട്ട് മാറും? വയലറ്റ് കളറായിട്ട് മാറും. അപ്പൊ ഞാനൊരു ഫീനോളിന് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് എന്താന്ന് മനസ്സിലാവും എനിക്കത്? എന്താണ്? ഒരു വയലറ്റ് കളറുള്ള ഒരു കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. അപ്പൊ അത് എന്താന്ന് മനസ്സിലാവും? ഫീനോൾ ആണെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിക്കണം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൽക്കഹോളും ഫീനോളും നിങ്ങളുടെ തന്നിരിക്കുന്നു, ഏതാന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും നിങ്ങൾ? എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും? പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൽക്കഹോൾ തന്നിരിക്കണടാ പിള്ളേരെ. പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, പിന്നെ എന്തും തന്നിരിക്കണോ? ഫീനോളും നിങ്ങളെ തന്നിരിക്കണോ? ഇത് എന്തിനാണ് നമ്മൾ ഈ ചെയ്യണത്? ഈ ടെസ്റ്റ് എന്തിനാ ചെയ്യണത്? ഐഡന്റിഫൈ ചെയ്യാൻ. ഇപ്പൊ നിങ്ങളുടെ ഞാൻ കുറേ ഒന്നും വേണ്ട, ഞാൻ ഒരു ലാബിൽ നിങ്ങൾ കയറ്റി വിടുകയാണ്. ലാബിൽ നിങ്ങൾ പോണ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് പോകുന്ന ലാബാണ്. അവിടെ ഒരു ബോട്ടിലിനും എന്തില്ല? ലേബലിംഗ് ഇല്ല. അപ്പൊ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, അവിടെയുള്ള ബോട്ടിലുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഏതാണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൽക്കഹോളും ഫീനോളും നീ എടുത്തിട്ട് പോകാന്ന് പറയാം. അപ്പൊ ഏതിൽ എന്തില്ല? നെയിമിംഗ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോന്നും ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ലൂക്കാസ് റിയേജന്റ് വെച്ച് റിയാക്ഷൻ നടത്തി നോക്കും. ഏതാണ് ടർബിഡിറ്റി ഫോം ചെയ്ത് നോക്കും. പെട്ടെന്ന് ടർബിഡിറ്റി ഫോം ചെയ്ത ടേർഷറി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ആഫ്റ്റർ 5 minutes ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാവും? സെക്കൻഡറി ആണെന്ന് മനസ്സിലാവും. ആഫ്റ്റർ ഹീറ്റിംഗ് ആണ് ടർബിഡിറ്റി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാവും? പ്രൈമറി ആണെന്ന് മനസ്സിലാവും. ഇതേ പ്രൈമറി, സെക്കൻഡറി ആൽക്കഹോൾ നിങ്ങൾ എന്ത് ആഡ് ചെയ്ത് നോക്കും? ഫെറിക്ലോറൈഡ് ആഡ് ചെയ്ത് നോക്കും. ഒന്നും എന്ത് ചെയ്യില്ല? ഫോം ചെയ്യില്ല. പക്ഷെ ഫീനോൾ നിങ്ങൾ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്ത് എന്ത് കളർ ഫോം ചെയ്യും? വയലറ്റ് കളർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇത് റിപ്പീറ്റഡ്ലി എക്സാമിന് ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഏതാണ്? ഫീനോളിന്റെ എന്താണ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക. ആദിബ പ്രദീപ്, ശ്രീനന്ദന, മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇതിപ്പോ ഏതൊക്കെ പറഞ്ഞോ പിള്ളേരെ? ഏതിൻ്റെയൊക്കെ പറഞ്ഞു? പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൽക്കഹോൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? ആൽഡിഹൈഡും അതുപോലെ തന്നെ എന്താണ്? കീറ്റോണും ആണ്. ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ എന്താണെന്നുള്ളത്, എങ്ങനെ റിയാക്ഷൻ നടക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി ആവശ്യം വരില്ല. റിയാക്ഷൻ ഇങ്ങനെ എഴുതി നമ്മളല്ല. ഇതിപ്പോ ഞാൻ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, എന്താണ്? ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് ആണ്. ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 റിയേജന്റ് ആഡ് ചെയ്യുക. എന്തൊക്കെയാ ആഡ് ചെയ്യുക? ഫെല്ലിങ്സ് എയും അതുപോലെ ബിയും. ഏതൊക്കെയാണ്? ഫെല്ലിങ്സ് എയും ഒരു സൊല്യൂഷൻ ഉണ്ടാവും, ഫെല്ലിങ്സ് ബിയും. ഫെല്ലിങ്സ് എ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെല്ലിങ്സ് എ ആണ് എന്ത് എന്ന് പറയുന്നത്? കോപ്പർ സൾഫേറ്റ്, കോപ്പർ 2 സൾഫേറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം ഒരു ബ്ലൂ കളറിൽ ഉണ്ടാവും. സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഫെല്ലിങ്സ് എന്ത്? ബി എന്ന് പറയുന്നത്. ഈ 2 സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം ഈ 2 എണ്ണവും. കാരണം ഈ കോപ്പറിന്റെ ഒക്കെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ റിയാക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് കോപ്പർ 2 സൾഫേറ്റും അതുപോലെ തന്നെ എന്തായിരിക്കണം? സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റും കൂടിയിട്ടാണ് റിയാക്ഷൻ നടത്തുക. അതിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫെല്ലിംഗ് എയും ഫെല്ലിംഗ് ബിയും കൂടി റിയാക്ഷൻ നടക്കുമ്പോൾ. ഇതൊന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇവിടെ എഴുതിയതേ ഉള്ളൂ. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്തായിട്ട് മാറും? കറസ്പോണ്ടിങ് എന്തായിട്ട് മാറും? ആസിഡ് ആയിട്ട് മാറും. ആസിഡ് ആയിട്ട് മാറും. ഓക്സിഡേഷൻ റിയാക്ഷൻ ആണത്. എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അതിന്റെ ഒപ്പം തന്നെ കറസ്പോണ്ടിങ് എന്ത് ഫോർമേഷൻ നടക്കും? Cu2O എന്ന് പറഞ്ഞ കുപ്രിക് ഓക്സൈഡ് എന്ത് ചെയ്യും? ഫോർമേഷൻ നടത്തും. ഈ കുപ്രിക് ഓക്സൈഡ് ആണ് എന്ത് പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്? റെഡിഷ് ബ്രൗൺ പ്രിസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നടത്തുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രമേ ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് പോസിറ്റീവ് തരുള്ളൂ. എന്താ ഈ ആലിഫാറ്റിക് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്? ആലിഫാറ്റിക് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? CH3, CH2, CH2, CHO അല്ലെങ്കിൽ ബ്രാഞ്ച് ഒക്കെ വരാം. എന്ത് വരില്ല? ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞ സിസ്റ്റം നീ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് തരില്ല?
ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് അത് ആൻസർ ചെയ്യില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു അരോമാറ്റിക് ആൽഡിഹൈഡ് ബെൻസാൽഡിഹൈഡ് ഞാൻ തരികയാണ്, ഒരു ഫോർമാൽഡിഹൈഡ് നിങ്ങളുടെ അടുത്ത് തരികയാണ്. ഒരു ഫോർമാൽഡിഹൈഡും തരുന്നു, ഒരു ബെൻസാൽഡിഹൈഡും തരുന്നു. നിങ്ങൾ ഫെല്ലിങ്സ് എയും ബിയും ആഡ് ചെയ്തു, റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഏത് പോസിറ്റീവ് റിസൾട്ട് തരും? ഏത് പോസിറ്റീവ് റിസൾട്ട് തരും? ഏതാണ്? ഫോർമാൽഡിഹൈഡ് എന്ത് തരും? പോസിറ്റീവ് റിസൾട്ട് തരും. എന്ത് പ്രിസിപ്പിറ്റേറ്റ് തരും? എന്ത് പ്രിസിപ്പിറ്റേറ്റ് തരും? റെഡിഷ് ബ്രൗണ് പ്രിസിപ്പിറ്റേറ്റ് തരും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ്. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ റിയാക്ഷൻ എന്തായാലും പഠിച്ചു വെക്കണം. അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ റിയാക്ഷൻ എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫെല്ലിംഗ് എ എഴുതണം, അതുപോലെ ഫെല്ലിംഗ് എന്ത് എഴുതണം? ബി എഴുതണം. എഴുതിയതിന് ശേഷം നമ്മൾ അവിടെ പറയുകയാണ്, എന്ത് പറയണോ? ഇറ്റ് ഈസ് എ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. The conversion of corresponding aliphatic aldehyde to എന്താണ്? corresponding എന്താണ്? കാർബോക്സിലിക് ആസിഡ്. ഇവിടെ എന്ത് എഴുതുക? ഒരു Cu2O കൂടെ എഴുതുക. ഈ Cu2O ആണ് എന്തെന്ന് മനസ്സിലാവണം. റെഡിഷ് ബ്രൗണ് precipitate എന്ന് മനസ്സിലാവണം. മനസ്സിലായോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മനസ്സിലായെങ്കിൽ ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യുക. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കൂടെ പറയാം. സച്ചിൻ, അതിബ, പ്രദീപ് മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ശ്രീനന്ദൻ, ഓക്കെ ഓക്കെ ഗ്രേറ്റ്. ഇതേതാ ഒരു റിയാക്ഷൻ കൂടി ഉണ്ട്. ഇപ്പൊ ഏതിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്? ഏതിന്റെ കേസാണ് പറഞ്ഞത്? ഫെല്ലിംഗ് സൊല്യൂഷൻ പറഞ്ഞു. ഇത് അടുത്തത് ഏതാണ്? അടുത്തത് ഏതാണ്? ഞാൻ ചോദിക്കുകയാണ് പിള്ളേരെ, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇവിടെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഏതിന്റെ കേസാ പറഞ്ഞിട്ടുള്ളത്? ഏതിന്റെ കേസാ പറഞ്ഞിട്ടുള്ളത്? ആൽഡിഹൈഡിന്റെ കേസാ പറഞ്ഞത്, ശരിയല്ലേ? ആൽഡിഹൈഡിന്റെ കേസാ പറഞ്ഞത്, ശരിയല്ലേ? കീറ്റോൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ചോദിക്കുന്നത്. കീറ്റോൺ എന്ത് തരില്ല? ഫെല്ലിങ്സും ടൊളൻസും എന്ത് തരില്ല? പോസിറ്റീവ് റിസൾട്ട് തരില്ല, നെഗറ്റീവ് ആണ്. എന്ത് തരില്ല? ഏത് തരില്ല എന്നാ പറഞ്ഞത്? കീറ്റോൺ എന്ത് തരില്ല? ഫെല്ലിങ്സും ടൊളൻസ് റിയേജൻ ടെസ്റ്റും പോസിറ്റീവ് തരില്ല. ഇനിയിപ്പോ അവിടെ എടുക്കണോ? ഏത് റിയാക്ഷൻ ആണത്? ടൊളൻസ് റിയേജൻ ടെസ്റ്റ്. ഇത് ഏതൊക്കെ ആൽഡിഹൈഡ് കിട്ടും എന്ന് ചോദിച്ചു, ഏതൊക്കെ ആൽഡിഹൈഡ് രീതിയിൽ റിയാക്ഷൻ നടത്തും ചോദിച്ചു കഴിഞ്ഞാൽ ആലിഫാറ്റിക് ആൽഡിഹൈഡ് റിയാക്ഷൻ നടത്തും. അതുപോലെ ഏത് നടത്തും? അരോമാറ്റിക്കും ഇതിൽ പോസിറ്റീവ് റിസൾട്ട് തരും. എന്തൊക്കെ തരും? ആലിഫാറ്റിക്കും തരും, അതുപോലെ തന്നെ എന്ത് തരും? അരോമാറ്റിക്. രണ്ടും എന്ത് തരും? ഇതില് പോസിറ്റീവ് തരും. അപ്പൊ ഇതിൽ ഏതാണ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്? ഇത് പഠിച്ചു വെക്കണം. ഒന്നും അത് ചെയ്യാതെ നമുക്ക് നടക്കില്ല. ഫെല്ലിംഗ് എ ബി എന്താന്ന് നോക്കണം. ഫെല്ലിംഗ് എ പറഞ്ഞാൽ എന്താണ്? Cu2 എന്താണ്? കോപ്പർ എന്താണ്? സൾഫേറ്റ് ആണ്. അതുപോലെ ഫെല്ലിംഗ് ബി എന്ന് പറയുന്നത് എന്താണ്? സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് ആണ്. Cu2O എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ പ്രിസിപ്പിറ്റേറ്റ് തരുന്നത് അല്ല ഫെല്ലിങ്സിൽ പറഞ്ഞത്. ടൊളൻസിൽ അതുപോലെ തന്നെ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന റിയേജന്റ് എന്ന് പറയുന്നത്. എന്താണ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് വെച്ച് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്കിതാ നോക്കുക, റിയാക്ഷൻ നടക്കുന്നത് നോക്ക്. ഇതാ ആൽഡിഹൈഡ് എന്തായിട്ട് മാറി? കറസ്പോണ്ടിങ് എന്തായിട്ട് മാറി? ആസിഡ് ആയിട്ട് മാറി, ശരിയല്ലേ? ഏതാണ് നമ്മൾ എടുക്കുന്നത്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽവർ നൈട്രേറ്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബേസിക് മീഡിയം. അതാണ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്ഷൻ നടക്കണോ? എന്ത് ചെയ്യണോ? കറസ്പോണ്ടിങ് ആസിഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ 2Ag എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. എന്താണത്? ഈ സിൽവർ എന്ത് ചെയ്യും? ഫോർമേഷൻ നടക്കും. എന്താണ്? മെറ്റാലിക് സിൽവർ എന്ത് ചെയ്യും? ഫോർമേഷൻ നടക്കും. ആ മെറ്റാലിക് സിൽവർ ആണ് എന്തിന്റെ അടിയിൽ നമുക്ക് കാണുക? ടെസ്റ്റ് ട്യൂബിന്റെ താഴ്ഭാഗത്ത് കാണുക. അതിനെയാണ് സിൽവർ മിറർ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ആ ടെസ്റ്റ് ട്യൂബ് പിടിച്ച് നമ്മുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം ആ ടെസ്റ്റ് ട്യൂബിന്റെ താഴെ കാണാൻ പറ്റും. ഒരു മിറർ ആയിട്ടായിരിക്കും നമുക്ക് കാണാം. മനസ്സിലായില്ല? അപ്പൊ എന്താണ്? ആ സിൽവർ എവിടെ ഡെപ്പോസിഷൻ നടക്കുകയാണ്? ആ ടെസ്റ്റ് ട്യൂബിന്റെ താഴെ എന്ത് ചെയ്യും? ഡെപ്പോസിഷൻ നടക്കും. ഓക്കെ, ഇതാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? ടൊളൻസ് റിയേജൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആൽഡിഹൈഡിനെ എന്താക്കി മാറ്റും? ആസിഡ് ആക്കി മാറ്റും. ഞാൻ ചോദിക്കണോ, ടൊളൻസ് റിയേജൻ ടെസ്റ്റ് ഏതൊക്കെ ആൽഡിഹൈഡ് ആണ് പോസിറ്റീവ് തരിക? ഏതൊക്കെ ആൽഡിഹൈഡാ തരിക? അരോമാറ്റിക്കും തരും, ഏതും തരും? ആലിഫാറ്റിക്കും തരും. ഇയാൾ തരുമോ? ഇയാള് പോസിറ്റീവ് തരുമോ? ഇയാൾ എന്താണത്? കീറ്റോൺ തരുമോ പോസിറ്റീവ്? ഇല്ല. കീറ്റോൺ എന്താണ്? ടൊളൻസും തരില്ല, ഏതും തരില്ല? ഫെല്ലിങ്സും തരില്ല. ഓക്കെ, അപ്പോ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു അരോമാറ്റിക്കും ഒരു എന്താണ് അരോമാറ്റിക് അതുപോലെ തന്നെ ഒരു ആലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് കൊണ്ട് തരുമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇത് ആൽഡിഹൈഡ് ആണെന്നേ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? ടൊളൻസ് റിയേജൻ ടെസ്റ്റ് നടത്തി നോക്കും. അപ്പൊ രണ്ടും ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലാവും. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് അരോമാറ്റിക് ആൽഡിഹൈഡ്, ഏതാണ് ആലിഫാറ്റിക് ആൽഡിഹൈഡ്? അപ്പൊ നിങ്ങൾ എന്ത് നടത്തും? ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് നടത്തും. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തേക്ക് പോകണം. ഓക്കെ, മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം.
ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ടെസ്റ്റ് ആണ് എന്ത്, ഐഡഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ് ഐഡഫോം ടെസ്റ്റ്? ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഐഡഫോം ടെസ്റ്റ് ജസ്റ്റ് നോട്ട് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് നോട്ട്സ് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങൾ ഞാൻ ഇങ്ങനെ എഴുതുന്ന HCl എലിമിനേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. അവിടെ പോയിട്ട് നമുക്കത് അറിയാതെ നമ്മൾ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്ത് എഴുതി വെക്കരുത്. ഐഡഫോം ടെസ്റ്റ് ഏതാണെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ. കാർബണൈൽ കാർബണിന്റെ അഡ്ജസന്റ് ആയിട്ട് എന്ത് വേണം, ഒരു മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റിയാക്ഷൻ നടക്കുക. ഈ ഐഡഫോം ടെസ്റ്റ് എന്ന് പറയുന്നത് ആരൊക്കെ ആൻസർ ചെയ്യും? കീറ്റോൺ തരും. CH3 ആൻഡ് എന്താണ്, C+CH3. എന്ത് വേണം ഇവിടെ? എന്ത് വേണം? മീത്തൈൽ ഗ്രൂപ്പ് വേണം. എവിടെ? കാർബണൈൽ കാർബണിന്റെ അവിടെ. ഇത് എഴുതണോ? CH3 C+H. ഇതെന്താണത്? ആൽഡിഹൈഡ് ആണ്. കാർബണൈൽ കാർബണിന്റെ എന്ത് മതി നമുക്ക്? ഇവിടെ എന്ത് മതി? CH3. ആൽഡിഹൈഡും കീറ്റോണും, മീത്തൈൽ കീറ്റോൺ ആൻഡ് മീത്തൈൽ ആൽഡിഹൈഡ്, അതാണ് വാക്ക്. അവരെന്ത് ചെയ്യും? ഐഡഫോം ടെസ്റ്റ് എന്ത് ചെയ്യും? പോസിറ്റീവ് തരും. എന്ത് വേണം അവിടെ? കാർബണൈൽ കാർബണിന്റെ തൊട്ടടുത്ത് എന്ത് വേണം? CH3 വേണം. ഞാൻ ചോദിക്കുകയാണ്, CH3 CH2 C+O CH2 CH3 ഇത് തരുമോ? ഐഡഫോം ടെസ്റ്റ് തരുമോ? തരില്ല. എന്താ കാരണം? എന്തെന്നെ വേണം? CH3 തന്നെ വേണം. ഇവിടെ എന്തേ ഉള്ളൂ? CH2 ഉള്ളൂ. ഓക്കെ, അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. അപ്പൊ ഇത് തരില്ല. ഓക്കെ, അത് വിട്ടേക്ക്. ഇതാ ഇവിടെ റിയാക്ഷൻ നടക്കുന്നു വിത്ത് പ്രസൻസ് ഓഫ് എന്താണ്? അയഡിൻ റിയാക്ഷൻ നടക്കണു. ഇതാ നോക്കിയോ, റിയാക്ഷൻ എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ അയഡിനും കൂടി എന്ത് എലിമിനേഷൻ നടക്കണോ? HI പോയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? അയഡിൻ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ ഈ CH3 ഗ്രൂപ്പ് മൊത്തം എന്തായിട്ട് മാറും? അയഡിൻ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഐഡഫോം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ക്ലോറോഫോം കേട്ടിട്ടുണ്ടാവും അല്ലേ? CHCl3. അതുപോലെ CHI3 ആണ് എന്തെന്ന് പറയണത്? ഐഡഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാവും ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി കീറ്റോണും ആൽഡിഹൈഡും ഒക്കെ കളർലെസ് ലിക്വിഡ് ആൻഡ് സോളിഡ് സിസ്റ്റം ആണ്. മനസ്സിലായില്ലേ? ഈ ഐഡഫോം എന്ന് പറയുന്ന സാധനം എന്താണ്? യെല്ലോ പ്രസിപിറ്റേറ്റ് ആണ്, യെല്ലോ സോളിഡ് ആണ്. അപ്പോൾ കളർലെസ് ടു എന്തായിട്ട് മാറും? ഒരു യെല്ലോ സോളിഡ് ആയിട്ട് മാറും. ഇതാണ്. അപ്പൊ മീത്തൈൽ കീറ്റോൺസ് ആൻഡ് മീത്തൈൽ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൽഡിഹൈഡ് ഏതോ ആയിക്കോട്ടെ, അത് എന്ത് തരും? ഐഡഫോം ടെസ്റ്റ് തരും. അപ്പൊ ഞാൻ ഒരു കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒരു കൂടെ റിപ്പീറ്റ് ചെയ്യണം. ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ്? നമുക്കൊരു ആൽഡിഹൈഡോ കീറ്റോണോ നമ്മുടെ കയ്യിൽ തരികയാണെന്നുണ്ടെങ്കിൽ, ഇത് രണ്ടിനും പോസിറ്റീവ് റിസൾട്ട് തരുന്ന ടെസ്റ്റാണ് എന്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഐഡഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേ കീറ്റോണിനെ നമുക്ക് അതിന് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നടത്താം? ടോളറൻസ് റിയേജന്റ് ടെസ്റ്റ് നടത്താം. ടോളറൻസ് റിയേജന്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കീറ്റോൺ എന്ത് തരില്ല? പോസിറ്റീവ് റിസൾട്ട് തരില്ല. ആൽഡിഹൈഡ്, ഏതൊക്കെ ആൽഡിഹൈഡ് തരും? അരോമാറ്റിക് ആൽഡിഹൈഡ് തരും. അതുപോലെ തന്നെ ആലിഫാറ്റിക് ആൽഡിഹൈഡ് എന്ത് റിയാക്ഷൻ തരും? പോസിറ്റീവ് തരും. ഏതെന്ന്? ടോളറൻസ് എന്ന്. ഓക്കെ, ഇനി അരോമാറ്റിക് ആണോ ആലിഫാറ്റിക് ആണോ സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫെല്ലിംഗ് സൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാവും. ആലിഫാറ്റിക് മാത്രം പോസിറ്റീവ് തരും, അരോമാറ്റിക് നെഗറ്റീവ് റിസൾട്ട് ആണ്. അപ്പൊ ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യണം? ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ആയി തോന്നുന്നു. ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റും കൂടെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു. കാരണം ഇത് വന്നിട്ട് ഒരു 10 മിനിറ്റും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവറോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ ഡിസ്കഷൻ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ എന്ത് കഴിഞ്ഞു? ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനി ആകെ ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏതിന്റെ ടെസ്റ്റാണത്? അമീൻസിനുള്ള ടെസ്റ്റാണ്. അമീൻസിന് ഏതൊക്കെ അമീൻസ് ആണെന്ന് അറിയാനാണ്. പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അമീൻസിനുള്ള ടെസ്റ്റ്. ശ്രദ്ധിച്ചോ. ആദ്യം നമുക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യം മാത്രമാണ്. എന്താണ്? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ വരയ്ക്കാൻ അറിയണം. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഈ ടെസ്റ്റിന്റെ പേരാണ് എന്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് ടെസ്റ്റാണ്? ഹിൻസ്ബർഗ്. അതിൽ യൂസ് ചെയ്യുന്ന ഏതാണ് റിയേജന്റ്? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ബെൻസീൻ വരയ്ക്കുക. S+O Cl. ഇവിടെ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? അമീൻ എടുത്തിട്ടുണ്ട്. NH2 അല്ലത്, ശരിയല്ലേ? ഇവിടുത്തെ എച്ചും ഇവിടുത്തെ Cl-ഉം കൂടെ എലിമിനേഷൻ നടക്കുന്നു. എന്തായിട്ട്? HCl. ഇതിന് നേരെ അവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യിപ്പിക്കണോ? കറസ്പോണ്ടിങ് എന്ത് കിട്ടണോ? N-ആൽക്കൈൽ സൾഫണൈമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടണു. ഓക്കെ, ഈ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണു?
ഇത് നമ്മൾ പ്രൈമറി നടത്തണോ, സെക്കൻഡറി നടത്തണോ, ടേർഷ്യറി നടത്തണോ? ഇവിടെ ആദ്യം റിയാക്ഷൻ നടത്തണോ ഒക്കെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഇതുപോലെ എച്ച് എന്ത് ചെയ്തു, സി എല്ലും കൂടെ എലിമിനേഷൻ നടന്നു, കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടി, ശരിയല്ലേ? അപ്പുറത്ത് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. ഇതേപോലെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടുത്തെ സി എൽ എന്ത് ചെയ്തു, എലിമിനേഷൻ നടന്നു, ഇവിടെ എന്ത് കിട്ടി, കറസ്പോണ്ടിങ് എന്ത് കിട്ടി, എൻ എന്താണ്, എൻ എൻ ആൽക്കൈൽ എന്താണ്, ഡൈ ആൽക്കൈൽ എന്താണ്, ബെൻസീൻ സൾഫണമൈഡ് കിട്ടി. ഓക്കെ, ഇവിടെ എന്തില്ല, ഫ്രീ ഹൈഡ്രജൻ ഉണ്ടോ? ഈ റിയാക്ഷൻ നോ റിയാക്ഷൻ ആണ്, ഇതൊന്നും എഴുതണ്ട. എന്ത് റിയാക്ഷൻ ആണ്? നോ റിയാക്ഷൻ. മനസ്സിലായില്ല? എന്ത് റിയാക്ഷൻ ആണ്? നോ റിയാക്ഷൻ. ഞാൻ എന്താ പറയുന്നത്, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദിക്കണത്. ഈ സിസ്റ്റത്തിനെ ഞാൻ എന്ത് ചെയ്യും, ബേസിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇല്ലേ, പ്രോഡക്റ്റിനെ NaOH KOH എന്തോ എടുത്തോ, ബേസിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യണ സമയത്ത് ഈ സാധനം സോലുബിൾ ആയാൽ അതെന്താണ്, പ്രൈമറി അമീൻ ആയിരിക്കും. എന്തായിരിക്കും? എന്തുകൊണ്ട് സോലുബിൾ ആവണോ സാർ എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാം. ഇതേ റിയാക്ഷൻ എന്താണ്, സെക്കൻഡറി എടുക്കുന്ന സമയത്ത് എന്തിലേക്ക് ആഡ് ചെയ്യണു, ബേസിലേക്ക് എന്ത് ചെയ്യണു, ആഡ് ചെയ്യണ സമയത്ത് ഇൻസോലുബിൾ ആയിരിക്കും. എന്തായിരിക്കും? ഇൻസോലുബിൾ ആയിരിക്കും. ഈ റിയാക്ഷൻ എന്ത് ചെയ്യില്ല, ടേർഷ്യറി അമീൻ എടുക്കുമ്പോൾ നോ റിയാക്ഷൻ നടക്കുകയില്ല. ഓക്കെ, എന്തുകൊണ്ട് ഇത് സോലുബിൾ ആയി ഇത് ഇൻസോലുബിൾ ആയി എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കണം. ആൻസർ പറയാൻ നോക്കട്ടെ. എന്തുകൊണ്ട് ഇത് സോലുബിൾ ആയി, ഈ സാധനം സോലുബിൾ ആയി, ഇത് ഇൻസോലുബിൾ ആയി? എന്തെങ്കിലും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കണ സമയത്ത് പ്രോഡക്റ്റിൽ? അത് 6 ഇവിടെ ഉണ്ട്, 6 ശരി. ഇവിടെ എന്താ ഉള്ളത്, എന്താണ്, ഹൈഡ്രജൻ അല്ലേ? എന്താ ഹൈഡ്രജൻ? ഒരു വാട്ടറിലേക്ക് നമ്മളൊരു സിസ്റ്റം ആഡ് ചെയ്യുന്നത്. NaOH എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്തുണ്ട് അവിടെ? NaOH എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് NaOH അല്ലല്ലോ. അതിൽ എന്താണ് ആഡ് ചെയ്യുക? നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടത്തുക അല്ലേ? അപ്പൊ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ഫോർമേഷൻ നടക്കുള്ളൂ, ഹൈഡ്രജൻ ബോണ്ടിങ് ഫോർമേഷൻ നടക്കുള്ളൂ. ഹൈഡ്രജൻ ബോണ്ടിങ് ഫോർമേഷൻ നടന്നാൽ മാത്രമേ സോലുബിൾ ആവുള്ളൂ. ഇവിടെ അത് ഫ്രീ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് അത് ഇൻസോലുബിൾ ആയിരുന്നു. ഓക്കെ, ഇതില് ആൻസറേ ചെയ്യില്ല, ഇവിടെ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് ഈ റിയാക്ഷൻ. ഇതാണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി അമീനുള്ള ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു കൂടെ പറയണു, എന്താണ്, പ്രൈമറി അമീനിൽ എന്താണ്, HCl എലിമിനേഷൻ നടന്നു, കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടി. അതുപോലെ തന്നെ എന്താണ്, HCl എലിമിനേഷൻ നടന്നു, ഇവിടെ കറസ്പോണ്ടിങ് എന്ത് കിട്ടി, പ്രോഡക്റ്റ് കിട്ടി. അതുപോലെ ഈ റിയാക്ഷൻ എന്ത് ചെയ്യില്ല, നടക്കുകയില്ല, നോ റിയാക്ഷൻ ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യണോ, ബേസിലേക്ക് ആഡ് ചെയ്യണോ. പ്രൈമറി കിട്ടിയിട്ടുള്ള, നമ്മൾ പ്രൈമറി അമീനിന് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സോലുബിൾ ഇൻ എന്താണ്, ആൽക്കലി ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻസോലുബിൾ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക എന്തിന്റെ കേസ് വെച്ചിട്ട്, ഹൈഡ്രജൻ ബോണ്ടിന്റെ കേസ് വെച്ചിട്ട്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇത് എഴുതണം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പോകാനുള്ള റീസൺ ഉണ്ട്. എനിക്ക് എന്തായാലും ഇത് പെട്ടെന്ന് തീർത്തിട്ടാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഷോർട്ട് ഇതായിട്ടുള്ള ക്ലാസ് മറ്റേ നമ്മൾ എന്താണ് എക്സാമിനുള്ള സംഭവം പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എന്തെങ്കിലും എന്താണ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും, ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഓക്കെ, മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ശ്രീനന്ദന. ഓക്കെ, ശരി. ഇനി നമുക്കിതാ കഴിഞ്ഞു വിട്ടോ, അത്രയേ ഉള്ളൂ. നമ്മൾ നോർമലി എല്ലാവരുടെയും ഒരു ഇതിൽ എന്താ വെച്ചാൽ, നമുക്ക് ഓരോ ക്ലാസ് ഇടവിട്ടിട്ട് ഓരോ എക്സാം ഇടവിട്ടിട്ടാണ് എന്തെങ്കിലും ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചോ സോലുബിലിറ്റിയെ കുറിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു തിയറിയാണ് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ എല്ലാം, ഓൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഏത്, നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുത്തോ, പിന്നെന്തെടുത്തോ, ആൽക്കോൾസ് ആൻഡ് ഫിനോൾസ് എടുത്തോ, അതുപോലെ തന്നെ ആൽഡിഹൈഡ് കീറ്റോൺസ് എടുത്തോ, അമീൻസ് എടുത്തോ, എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, ഇത്ര ആൾക്കാരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്, ഫീനോൾ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആൻഡ് അമീൻ. ഒരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പറയുന്നത് ഒരു സിസ്റ്റം ഗ്യാസ് ആയിട്ടാണോ ഇരിക്കുക, ലിക്വിഡ് ആയിട്ടാണോ ഇരിക്കുക, സോളിഡ് ആയിട്ടാണോ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. ഇത് എങ്ങനെ ഡിഫറൻസ് വരും ചോദിച്ചു കഴിഞ്ഞാൽ, മോളിക്കുലാർ വെയിറ്റ് കൂടുന്തോറും അവർ ഏതിലേക്ക് പോവും, ഗ്യാസ് നിന്ന് ലിക്വിഡിലേക്ക് പോവും, ലിക്വിഡ് നിന്ന് ഏതിലേക്ക് പോവും, സോളിഡിലേക്ക് പോവും. അപ്പൊ വലിയ ചെയിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊടുക്കുകയാണ്. അവനെ മിക്കത് ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നുണ്ടാവുക, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. മോളിക്കുലാർ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് എന്ത് കൂടും, അതിന്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യും. ഇനി ഞാൻ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ, ബോയിലിംഗ് പോയിന്റ്. അടുത്ത ഒരു ടോപ്പിക് എന്താണ്, ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റും
സൊല്യൂബിലിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് വെച്ച് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയോ. ഒരു കാര്യം, ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം പറഞ്ഞാൽ ചെയിനിലായിട്ട് പോകുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? ബോയിലിംഗ് പോയിന്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്തും കൂടും. എന്തും കൂടും? ബോയിലിംഗ് പോയിന്റ് കൂടും. നമ്പർ ഓഫ് കാർബൺ ആറ്റം കുറയണമെന്നുണ്ടെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അടുത്ത ഒരു കാര്യം കൂടെ പറയണതാ. ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ടിങ് ഇൻ ചെയിൻ. ഞാൻ നീളത്തിലുള്ള ആൾക്കാരുടെ കാര്യം ആദ്യം പറഞ്ഞു, ശരിയല്ലേ? നോക്ക്, ചെയിനിന്റെ നമ്പർ ഇങ്ങനെ കൂടി 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 പോകുന്നതോറും കാർബൺ ആറ്റം കൂടി 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 വരും. കാർബൺ ആറ്റം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. ശരിയല്ലേ? ഇതേ ആൾക്കാരെല്ലാം ചെയിനിൽ വരികയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ള കേസാണ് ആദ്യം പറഞ്ഞത്, ശരിയല്ലേ? രണ്ടാമത്തെ കേസ് പറയുന്നത് ഇങ്ങനെയുള്ളതാണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ചെയിനാണ്, ശരിയല്ലേ? ചെയിനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ബോണ്ടിങ് ചെയിന് കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ചെയിനായിട്ട് കാർബൺ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് കുറയും? ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. സ്ട്രൈറ്റ് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. നിങ്ങൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കി, എല്ലാത്തിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോ ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ചെയിൻ. ബോയിലിംഗ് പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ടിങ് ഇൻ ചെയിൻ. ബോണ്ടിങ് ഇൻ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ആക്ച്വലി ബോണ്ടിങ് എന്നല്ല അവിടെ വരുന്നത്, ബ്രാഞ്ചിങ് എന്നാണ് വരുന്നത്. എന്താണ്? ബ്രാഞ്ചിങ് എന്നാണ് വരുന്നത്. ബോണ്ടിങ്ങിന്റെ അല്ല, ബ്രാഞ്ചിങ്ങിന്റെ എന്താണ്? ചെയിൻ. അത് ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നായിരിക്കും. ബ്രാഞ്ചിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇതാ ബോയിലിംഗ് പോയിന്റ് ഓർഡർ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ ബോയിലിംഗ് പോയിന്റ് ഓർഡർ. ഇതാ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആർക്കാണ്? കാർബോക്സിലിക് ആസിഡ്. അത് കഴിഞ്ഞ ഫീനോൾസിനും ആൽക്കഹോൾസിനും ഏകദേശം എന്താണ്? സെയിം ആണ്. അതേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് ആർക്കെന്ന് പറയുന്നത്? അമീൻസിന് എന്ന് പറയുന്നത്. അവരെക്കാട്ടിലും കുറവാണ് ആൽഡിഹൈഡ്സ് ആൻഡ് എന്തെന്ന് പറയുന്നത്? കീറ്റോൺസിന്. ആൽഡിഹൈഡ്സിന് കീറ്റോൺസിന് എന്ത് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആയിട്ട് അറ്റാച്ച് ചെയ്ത ഒരു ഹൈഡ്രജൻ ഇല്ല അവിടെ. കാരണം സി ഡബിൾ ബോണ്ട് ഓ എച്ച് എന്നല്ലേ? ഇവിടെയൊക്കെ എന്തുണ്ട്? COH, ശരിയല്ലേ? ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് സ്പീഷീസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് എന്തുണ്ട്? ഹൈഡ്രജൻ, ഫ്രീ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എന്തില്ല? ഫ്രീ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് സോലുബിൾ ആവാനും ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ ഈ ഓർഡർ എന്ത് ചെയ്ത് വെക്കണം? പഠിച്ചു വെക്കണം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും സിസ്റ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്ത് നോക്കുക. സംഭവം എന്തായിരിക്കും? എളുപ്പമായിരിക്കും. അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഞാൻ പറഞ്ഞു. ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൂടും? സൊല്യൂബിലിറ്റി കൂടും. ഹൈഡ്രജൻ ബോണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല? സോലുബിൾ ആവില്ല. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ ഒറ്റയടിക്കാണ് ഞാൻ പറഞ്ഞു തീർത്തിരിക്കുന്നത്. ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക. അതിപ, പ്രദീപ്, ശ്രീനന്ദന പറയൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തേ. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ. മനസ്സിലായില്ലേ? ഒരു ഐഡിയ കിട്ടിയില്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മതി, എനിക്ക് അത്ര വേണം. ഓക്കെ ഡൗട്ട് ഇല്ല. ഓക്കെ ആണ്, ശരി. ഇനി ലാസ്റ്റ് നമ്മൾ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. എന്താണ്? അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ. ഇത് ഞാൻ അന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അന്ന് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇതിലുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് തരാം, ഇതിലൊന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ്, എന്താ മൈനസ് ഐ ഇഫക്റ്റ് എന്നാ ഫസ്റ്റ് അറിയേണ്ടത്. എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ്, എന്താ മൈനസ് ഐ ഇഫക്റ്റ് എന്ന്? പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഒരു സിസ്റ്റത്തേക്ക് കാർബൺ ആറ്റം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇലക്ട്രോൺ എന്ത് ചെയ്യണം,
ഡൊണേറ്റ് ചെയ്യണം, പുഷ് ചെയ്യണം. ഇലക്ട്രോൺ എന്ത് ചെയ്യണു? പുഷ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇലക്ട്രോൺ എന്ത് ചെയ്യണു? പുഷ് ചെയ്യണം. മൈനസ് ഐ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ എന്ത് ചെയ്യണു? വലിച്ചെടുക്കുകയാണ്, പുള്ളി ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ ഞാൻ അവിടെ പറഞ്ഞുതരാം. പ്ലസ് ഐ ഇഫക്റ്റിനുള്ള എക്സാമ്പിൾ ഞാൻ അവിടെ പറയാം. CH3NH2 എന്ന് പറഞ്ഞൊരു സിസ്റ്റം. CH3NH2 പറഞ്ഞ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്, ശരിയല്ലേ? ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്, ശരിയല്ലേ? എന്താണ്? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഇവിടുന്ന് എന്തുണ്ടാവും? എപ്പോഴും ഒരു ഇലക്ട്രോൺ എന്തുണ്ടാവും? ഒരു പുഷ് ഉണ്ടാവും. എവിടേക്ക്? ഈ നൈട്രജന്റെ അടുത്തേക്ക്. ഓക്കെ, ഇനി ഞാൻ വേറെ സിസ്റ്റം എടുക്കണം. അത് അവിടെ എടുക്കുന്നു. CH3 എന്താണ്? NO2. ഈ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? എന്താ സംഭവിക്കുക? ഈ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഇവിടുന്നുള്ള പുഷിന് കൂടാതെ അതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടുന്നുള്ള എന്തെന്ന് പറയുന്നത്? പുള്ള് എന്ന് പറയുന്നത്. എന്താണ് ഒരു വലിവായിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മൊത്തം എവിടെ വന്നിട്ടാണ് നിൽക്കുക? ഈ NO2 ചുറ്റുമാണ് നിൽക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ആണ് ഇത് കാണിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഏതൊക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്? ടെർഷ്യറി ബ്യൂട്ടൈൽ, CH3 എന്താണ്? NR2, NH2, OH, OR, C6H5. ഈ സിസ്റ്റങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് എഫക്റ്റാ കാണിക്കുക? പ്ലസ് ഐ ഇഫക്റ്റ് ആണ് കാണിക്കുക. ഒരു ഇലക്ട്രോൺ എന്തുണ്ടാവും? പുഷ് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചോ? ഇലക്ട്രോൺ എന്തുണ്ടാവും? പുഷ് ഉണ്ടാവും. ഇതേ എവിടെ എടുക്കണോ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് NO2, CN, SO3H, COH ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ കാണിക്കുക? ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുള്ളി. ഓക്കെ, അപ്പൊ അത് എന്ത് എഫക്റ്റാ കാണിക്കുക? മൈനസ് ഐ ഇഫക്റ്റ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് എന്ത് എഫക്റ്റാ കാണിക്കുക? പ്ലസ് ഐ ഇഫക്റ്റും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് എന്താണ്? മൈനസ് ഐ ഇഫക്റ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഒരു സിസ്റ്റം എടുക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു പുഷ് ആൻഡ് പുൾ ഉണ്ടാവും ഓർഗാനിക് കോമ്പൗണ്ട്സിൽ. ഓക്കെ, ഇത് നമുക്ക് അസിഡിറ്റിയും ബേസിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഞാൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം എടുക്കണോ? നോർമലായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് ആണ് പറയുന്നത്. എന്താണ്? അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ്. ഓക്കെ, പ്രൈമറി നിങ്ങൾക്ക് അറിയാം എന്താണ്? CH3 എന്താണ്? OH, ശരിയല്ലേ? സെക്കൻഡറി എന്ന് പറയുന്ന സമയത്ത് CH3 and എന്താണ്? OH, ശരിയല്ലേ? ടെർഷ്യറി എന്ന് പറയുന്നത് എന്താണ്? CH3 and എന്താണ്? CH3 and എന്താണ്? OH. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? എന്താ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ? H+ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം, ശരിയല്ലേ? H+ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണ്ട. അല്ല ആസിഡിക് എന്ന് പറയുന്നത്, ശരിയല്ലേ? H+ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. ഇവിടെ എങ്ങനെ H+ വിട്ടുകൊടുക്കുന്നത്? H+ വിട്ടുകൊടുക്കുക വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിട്ടുകൊടുക്കല്ല. പുറത്തുനിന്ന് ഒരാൾ വരണം റിയാക്ഷൻ നടത്താൻ. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? H+ എന്ത് ചെയ്യുള്ളൂ? വിട്ടുകൊടുക്കുള്ളൂ, ശരിയല്ലേ? അപ്പൊ ഈ ബോണ്ട് ബ്രേക്കിംഗ് എങ്ങനെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? മോർ പോളാർ ആണ്. ഓക്കെ, എന്താണ്? മോർ പോളാർ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് ചെയ്യും? ബോണ്ട് ഇത് ബ്രേക്ക് ചെയ്യും. ഏത് ബോണ്ട് ആദ്യം ബ്രേക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്കിംഗ് ആണ്. ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്ത് കൊടുക്കുള്ളൂ? ഇവിടുന്ന് H+ എന്ത് ചെയ്യുള്ളൂ? വിട്ടുകൊടുക്കുള്ളൂ, ശരിയല്ലേ? ഇവിടെയൊക്കെ എന്ത് വന്നിട്ടുണ്ട്? CH3 വന്നിട്ടുണ്ട്, അല്ലേ? CH3 എന്താ ചെയ്യുക? ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. പുഷ് ചെയ്യുന്ന സമയത്ത് ഈ കാർബണ് ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡ് കൂടും. എന്ത് കൂടും? ഇലക്ട്രോൺ ക്ലൗഡ് കൂടും. അപ്പൊ ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്? CO ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. CO ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിറ്റി നമുക്ക് പറയാൻ പറ്റുമോ? ഏത് ബോണ്ടാ ബ്രേക്ക് ചെയ്യേണ്ടത്? OH. അപ്പൊ ഈ ഇലക്ട്രോൺ പുഷ് ഉള്ള ഗ്രൂപ്പുകൾ കുറവ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയാണോ CH നമ്പർ കുറവ്, അവരായിരിക്കും മോർ അസിഡിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? ഈ ബോണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഇതേ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഒരു NO2 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരികയാണെന്ന് വിചാരിക്കുക. CH2 OH and എന്താണ്? NO2. ഇപ്പൊ ഇതിൽ ഏതിനായിരിക്കും അസിഡിറ്റി കൂടുതൽ? ഈ NO2 ഗ്രൂപ്പ് ഏതാ ഗ്രൂപ്പാണ് പിള്ളേരെ? NO2 ഏതാണ്? NO2 ഏത് ഗ്രൂപ്പാണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണല്ലേ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ CH2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആര് പിടിച്ച് വലിച്ചുകൊണ്ട് നിൽക്കും? ആര്? NO2 അടുത്തേക്ക് പിടിച്ച് വലിക്കും, ശരിയല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ഈ OH ബോണ്ട് മോർ പോളർ ആവും. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അപ്പൊ ഈ CO ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല.
OH ബോണ്ട് മോർ പോളർ ആവും, പെട്ടെന്ന് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഒരു അസിഡിറ്റി എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കട്ടെ പിള്ളേർ, ഈ സംഭവം ഒന്ന് നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നുമേ ഇല്ലാത്ത ബുക്ക് എടുത്തിട്ട് വീട്ടിൽ പോകേണ്ട അവസ്ഥയാവും. എന്നെ ഒരുപാട് നേരം നോക്കിയിരുന്ന എന്നെ ഒരു പ്രത്യേകത ഉറക്കം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ സംഭവം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ്? ഈ ഒരു വേർഡാണ് അവിടെ പറയേണ്ടത്. പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസസ്, അസിഡിറ്റി ഡിക്രീസസ്. നോക്കുക അവിടെ എഴുതിയിരിക്കുന്നത് പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസസ്, എന്താണ് അസിഡിറ്റി എന്താണ് ഡിക്രീസസ്, ശരിയല്ലേ? പ്ലസ് ഐ ഇഫക്റ്റ് ആരാ ഡിസൈഡ് ചെയ്യുക? പ്ലസ് ഐ ഇഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആരാ ഡിസൈഡ് ചെയ്യുക? ഇലക്ട്രോൺ ആരാണ്? ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. നെഗറ്റീവ് ഐ ഇഫക്റ്റ് ഇൻക്രീസസ്, അസിഡിറ്റി ഇൻക്രീസസ്. നെഗറ്റീവ് ഐ ഇഫക്റ്റ് എന്ത് ചെയ്യണോ, കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി എന്ത് ചെയ്യും, കൂടും. അതാരാ ഡിസൈഡ് ചെയ്യണത്? അതാരാ ഡിസൈഡ് ചെയ്യുന്നത്? ആരാണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൽക്കഹോൾ നോക്കുന്ന സമയത്ത് പ്രൈമറി ആൽക്കഹോൾ ആണ് എന്ത് എന്ന് പറയുന്നത്, മോർ എന്ത് എന്ന് പറയുന്നത്, അസിഡിക് എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ പോയി ഇനിയിപ്പോൾ ഇരുന്ന് ഈ സംഭവങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മനസ്സിലാവും. അവിടെ കുറേ ഒരു എസ്സേ കൊടുത്തിട്ടുണ്ടാവും. ഇത് അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ നടക്കും. ഇങ്ങനെ പറഞ്ഞ് കുറേ പറഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം എത്തുമ്പോൾ ആദ്യത്തൊക്കെ മറന്നു പോകും. അപ്പം അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ് ആൻഡ് എന്താണ് നെഗറ്റീവ് ഐ ഇഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അസിഡിറ്റിയും എന്തും എക്സ്പ്ലെയിൻ ചെയ്യുക, ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ ഓക്കെ, ഇത് മനസ്സിലായോ? അദീബ, പ്രദീപ്, ആരാണ്? ശ്രീനന്ദന. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഏതിൻ്റെ പറയണത്? ഫീനോൾ ആൻഡ് എന്താണ് കാർബോക്സിലിക് ആസിഡിന്റെ കേസാണ് പറയണത്. രണ്ടും ഒരേ സിസ്റ്റമാണ്. ഇത് നോക്ക്, ഫീനോളിന് വരുന്ന സമയത്തും കാർബോക്സിലിക് ആസിഡ് വരുന്ന സമയത്തും രണ്ടും സെയിമാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ഒന്ന് ജസ്റ്റ് ഇത് എഴുതിയില്ലേ, ഇത് നോട്ട് ചെയ്തില്ലേ, ജസ്റ്റ് അവിടെ നോക്കാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഫീനോളോ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഏതോ എടുത്തോ, എക്സ് എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്, OH ഓർ COH എന്ന്, ശരിയല്ലേ? നോർമലി നമ്മൾ നിങ്ങൾ ചോദിക്കാം, COH വരുന്ന സമയത്ത് മെറ്റാ പൊസിഷനിലല്ലേ വരുള്ളൂ, പാരാ പൊസിഷനിൽ വരുന്ന സിസ്റ്റങ്ങളും ഉണ്ട്. അസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് നെഗറ്റീവ് ഐ ഇഫക്റ്റ് കൂടിയ അസിഡിറ്റി കൂടും, പോസിറ്റീവ് ഐ ഇഫക്റ്റ് കൂടിയ അസിഡിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ശ്രദ്ധിച്ചോ. പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ, പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തുണ്ടാവും, അതിന് ഉള്ളിലേക്ക് ഒരു എന്തുണ്ടാവും, ഒരു പുഷ് ഉണ്ടാവും. ഇവിടെ എന്താ ഉണ്ടാവുക, ഒരു പുള്ള് ഉണ്ടാവും. പുള്ള് ഉണ്ടാവുന്ന സമയത്തും പുഷ് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെ വ്യത്യാസം വരും എന്നുള്ള പറയാൻ പോണം. ഇവിടുത്തെ ഈ പുഷ് കാരണം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർബണിന്റെ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. എന്ത് ചെയ്യും? കാർബണിന്റെ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാർബണിന്റെ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും COH എന്ത് ചെയ്യും, ഓൾറെഡി എന്ത് വരും, ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി വരും. ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്ന സമയത്ത് ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യും? OH ബോണ്ട് ബ്രേക്ക് ചെയ്യും. OH ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്താ സംഭവിക്കുക? അസിഡിക് ആവില്ല, ശരിയല്ലേ? ഈ OH ബോണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഇവിടുത്തെ ഇലക്ട്രോൺ പുഷ് കാരണം ഈ കാർബൺ ആറ്റത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇവിടുത്തെ ഇൻക്രീസ് കാരണം ഇവിടെ എന്ത് ചെയ്യും, CO ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവർ അസിഡിറ്റി എന്ത് ചെയ്യും, കുറയും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, പുള്ളിയെ ചെയ്യുക. പുള്ളി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. അപ്പൊ എന്താ സംഭവിക്കുക, C ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്നതിൽ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ കാർബൺ ആറ്റം കുറവാണ്, ശരിയല്ലേ? കാർബൺ ആറ്റം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കാർബൺ ഓക്സിജൻ അതുപോലെ തന്നെ ഈ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് മോർ പോളാർ ആവും. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യും, മോർ പോളാർ ആവും. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, H+നെ വിട്ടുകൊടുക്കും. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഇത് നോർമലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ NO2 വരുന്ന സമയത്ത് അതുപോലെ ഇങ്ങനത്തെ കേസ് ഉണ്ട്, അവിടെ എഴുതുന്നു. ഇതിപ്പോ ഏതിൽ എഴുതിയ ഞാൻ, ബെൻസീൻ സിസ്റ്റത്തിലാണ്. ഇത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ എഴുതുന്നു. CH2COH F1 CH2NO2 ആൻഡ് എന്താണ് COH, അതുപോലെ CH2I COH. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിച്ച് വൺ ഈസ് മോർ അസിഡിക് എന്നാണ് ചോദ്യം. ഈ മൂന്നെണ്ണത്തിൽ
ഇപ്പൊ ആലിഫാറ്റിക്കും ആവാം, എന്തും ആവാം, അരോമാറ്റിക്കും ആവാം. ഇതിലേതാണ് മോർ അസിഡിക് ചോദിക്കുന്നത്. ഇത് ഞാൻ എഴുതി തന്നിരിക്കുന്ന എല്ലാം എന്തിന്റെ ഓർഡറിലാണ്? ഹൈ ടു ലോ ആണ്. ഇലക്ട്രോൺ വിട്രോയിങ് ഗ്രൂപ്പ് എന്താണ്? ഹൈ ടു ലോ. ഏറ്റവും കൂടുതൽ ആർക്കാണ്? NO2-നാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് NO2 വന്ന് നോക്കണം. ഇതാണ് മോർ എന്തെന്ന് പറയുന്നത്, അസിഡിക് എന്ന് പറയുന്നത്. രണ്ടാമത് അടുത്തതാ സൈസ് വെച്ചിട്ട് പറയാണ്. ഫ്ലൂറിൻ എന്താണ്? സൈസ് കുറവാണ്, അപ്പൊ മോർ എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും, ശരിയല്ലേ? അപ്പൊ ഇതാണ് രണ്ടാമത്തെ എന്തെന്ന് പറയുന്നത്, അസിഡിക് എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, മൂന്നാമത്തെ എന്താണ്? അയഡിൻ വരുന്ന സിസ്റ്റം. ഇത് പോയ ഏതാണ്? ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് അവിടെ എന്താ നോക്കേണ്ടത്? ഇലക്ട്രോൺ എന്താണ്? വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടോ നോക്കണം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും വരാം. ഇവിടെ CH3 വരാം. ഇവിടെ CH3 വന്ന എന്ത് സംഭവിക്കും? ഇവിടെ CH3 വന്ന അത് ഏറ്റവും കുറവായിരിക്കും, ശരിയല്ല? ഏറ്റവും കുറവായിരിക്കും, കാരണം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ജസ്റ്റ് നോക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഈ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യാം. ഈ അസിഡിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എഴുതാൻ പറ്റണം, എന്തറിയണം. അപ്പൊ ഞാൻ ഈ നോട്ട്സ് അയച്ചു തരുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും കാണാപ്പാടൊന്നും പഠിച്ചു വെക്കേണ്ട. ജസ്റ്റ് നോക്കി വെക്കുക, എവിടെ വരുന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണം, ഒറ്റ ക്വസ്റ്റ്യൻ. ഇവിടെ വന്നാലോ ഗ്രൂപ്പ്? ഇപ്പൊ ഇവിടെയല്ലേ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കുകയാണ്, ഈ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ അസിഡിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യും? അതുകൊണ്ടാണ് പറയണത്, ഇങ്ങനെ വന്നാൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വരും. പിന്നെ ആ ഹൈഡ്രജൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്യാൻ പറ്റില്ല. അസിഡിറ്റി ഏറ്റവും കുറവായിരിക്കും. ഓർത്തോ പൊസിഷനിൽ ഏതെങ്കിലും ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം, ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരച്ചു, ഇവിടെ എന്തും വരച്ചു ഞാൻ, COH അതിന്റെ എന്താണ്? CH3 വരച്ചു. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വരില്ല. കാരണം എന്താണ്? ഇവിടെ ഫ്രീ ഹൈഡ്രജൻ ഇല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോണൈറ്റിക് സ്പീഷീസ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ഫ്രീ ഹൈഡ്രജൻ ആയിട്ട് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ബോണ്ടിങ് വരാം. അപ്പൊ ഓർത്തോ പൊസിഷനിൽ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതില് മോർ അസിഡിക് ഏതാ ചോദിച്ചാൽ ഇതാണ് മോർ അസിഡിക്. ഇതെന്താണ്? അസിഡിറ്റി കുറവാണ്. ഓർത്തോ പൊസിഷനിൽ വന്ന അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ടോ നോക്കണം. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എഴുതാൻ പാടും. ഓക്കെ, ഗ്രേറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒരു S ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കേണ്ട. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ എഴുതിയതിലെ അതേ സെയിം സിസ്റ്റം എന്താണ് പ്ലസ് ഐ ഇഫക്റ്റ് മൈനസ് ഐ ഇഫക്റ്റിന് കാര്യം പറഞ്ഞു. അതിന് നേരെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചിരുന്നു. എങ്ങനെ തിരിച്ചിരുന്നു? പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്താൽ ബേസിസിറ്റി കൂടും. എന്ത് കൂടും? ബേസിസിറ്റി എന്ത് ചെയ്യും? കൂടും. നേരത്തെ നമ്മൾ എന്താ എഴുതിയ? പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസസ് എന്താണ്? അസിഡിറ്റി ഡിക്രീസസ് പറഞ്ഞു. അതുപോലെ ഞാൻ അവിടെ എഴുതുന്നു, പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസസ് ബേസിസിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യും. ബേസിസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേപോലെ നെഗറ്റീവ് ഐ ഇഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം പിള്ളേരെ? നെഗറ്റീവ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ബേസിസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ആരെ ഡിസൈഡ് ചെയ്യുക പ്ലസ് ഐ ഇഫക്റ്റ് ആണോ നെഗറ്റീവ് എഫക്റ്റ് ആണോ എന്നുള്ളത്? ആരെ ഡിസൈഡ് ചെയ്യുക? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഓർ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഓക്കെ, ഇത് അവിടെ പറയണു. ഇവിടെ ശ്രദ്ധിച്ചോ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന H+ന്റെ ഇത് കൊണ്ടൊന്നും അല്ല. ഏതിലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചിട്ട് ലൂയിസ് ബേസ് കോൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ലൂയിസ് ബേസ് കോൺസെപ്റ്റ്? എന്താ ലൂയിസ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ലൂയിസ് കോൺസെപ്റ്റ് എന്താണ്? ഇലക്ട്രോൺ പെയറിനെ വിട്ടുകൊടുക്കുന്ന ആൾ എന്താണ്? ബേസും ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താണ്? ആസിഡും. അപ്പൊ ഇവിടെ നമ്മൾ ലൂയിസ് ബേസിന്റെ കോൺസെപ്റ്റിലാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ. ഇതെന്താണ്? പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോ. ഇതെന്താണ്? ഗേഷ്യസ് മീഡിയത്തിലാണ്, അക്വസ് മീഡിയത്തിലാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇതെന്താണിത്? NH2. NH2 എന്തുണ്ട്? ഓൾറെഡി മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ശരിയല്ലേ? ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? വരുന്ന ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റണം. വരുന്ന ഗ്രൂപ്പിന്, അതാണ് വാക്ക്, വരുന്ന ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റണം? ഡൊണേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഇലക്ട്രോൺ എന്തുണ്ട്? ഒരു പുഷ് ഉണ്ട്. ഇവിടെ CH3 ഇല്ല, ഇലക്ട്രോൺ പുഷ് ഇല്ല. ഇവിടെ 2 CH3 ഗ്രൂപ്പ് ഉണ്ട്, ശരിയല്ലേ? ഈ ഇലക്ട്രോൺ പുഷ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും, ശരി? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടില്ലേ? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ പെട്ടെന്ന് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണെ വരുന്ന ആൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ, കാരണം ഇവിടെ ഓൾറെഡി എന്താ? റിപ്പൾഷൻ ആയില്ല പിള്ളേരെ. ഇലക്ട്രോൺ ലോൺ പെയറും ഇവിടുത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി തമ്മിൽ റിപ്പൾഷൻ ആയി. അപ്പൊ ഇലക്ട്രോൺ പെയറിനെ പെട്ടെന്ന് എന്ത് ചെയ്ത് വിട്ടുകൊടുക്കും, ശരിയല്ലേ? ഞാൻ ചോദിക്കുന്നത്,
ഇവിടെ ഒരു CH3 ഉള്ളൂ, ഇവിടെ 2 CH3 ഉണ്ട്. വീണ്ടും പുഷ് കൂടുതലല്ലേ ഇവിടെ ഇലക്ട്രോൺ പെയറിന് വിട്ടു കൊടുക്കാൻ ചാൻസ് കൂടുതലല്ലേ. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ വന്ന് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യാൻ പറ്റണം, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇവിടെ ഓൾറെഡി എന്താ ഉള്ളത്, 2 ബൾക്കി ഗ്രൂപ്പുകളാണ് ഉള്ളത്. 2 ബൾക്കി ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കില്ല, ഡ്യൂ ടു സ്റ്റെറിക് ഹിൻഡ്രൻസ്, ഡ്യൂ ടു എന്താണ്, സ്റ്റെറിക് ഹിൻഡ്രൻസ്, വരുന്ന ഏതാണോ അപ്കമിങ് ഗ്രൂപ്പിന് ഈ ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഷീൽഡ് ചെയ്യപ്പെടും. എന്ത് ചെയ്യപ്പെടും, ഏതിന്റെ ഇടയിൽ, ഈ CH3 ഇടയിൽ. അപ്പൊ ഈ ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഓൾറെഡി ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രജൻ. ഈ വഴിക്ക് അവർക്ക് എന്ത് ചെയ്ത് വരാം, ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് സെക്കൻഡറി എന്താവുന്നത്, മോർ ബേസിക് ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരുന്നത്, പ്രൈമറി ആൻഡ് എന്താണ്, ടേർഷ്യറി വരും. മനസ്സിലായോ? എല്ലാത്തിനും മനസ്സിലായോ? ഒരു കൂടെ പറയണം, ശ്രദ്ധിച്ചോ, അവിടെ ശ്രദ്ധിച്ചോ, ഒരു കൂടെ പറയണു. എന്താണ് നമ്മുടെ ശ്രദ്ധിക്കുക, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അതെല്ലാം എന്താണ്, അമീൻസ് ആണ്. NH2 ഇവിടെ എല്ലാവിടെ എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യുന്ന ആളാണ്, ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. എന്തെന്ന് പറയും, ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു അമീനെ പിടിച്ചിട്ട് ഡൊണേറ്റ് ചെയ്യുക, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യില്ല. ആരാണോ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ വരുന്നത്, അവർക്ക് വേണം വിട്ടുകൊടുക്കാൻ. അപ്പൊ റിസീവ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് വരികയാണ്, ഒരു കോമ്പൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനെ ഇപ്പൊ ഈ NH2 വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, +I ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി +I ഇഫക്റ്റ്. CH3 ഗ്രൂപ്പിന്റെ നമ്പർ കൂടുന്തോറും എന്ത് കൂടും, +I ഇഫക്റ്റ് കൂടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോണിക് പുഷ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ഡെൻസിറ്റിയും ഇവിടുത്തെ ഇലക്ട്രോൺ പെയറും തമ്മിൽ റിപ്പൾഷൻ ആവും. അപ്പൊ ഈ ഇലക്ട്രോണെ പെട്ടെന്ന് എന്ത് ചെയ്യും, വരുന്ന ഗ്രൂപ്പിന് ഇപ്പം വിട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ വരുന്ന ഗ്രൂപ്പിന് ഈ ഇലക്ട്രോൺ പെയർ എന്തായിരിക്കണം, വിസിബിൾ ആയിരിക്കണം. ഇവിടുത്തെ കേസിൽ ഒരു സ്മോൾ ഗ്രൂപ്പും ഒരു എന്താണ് CH3 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഈ പോർഷനിൽ ഈ ഇലക്ട്രോൺ പെയർ എന്തല്ല ഷീൽഡഡ് അല്ല. പക്ഷെ ഇവിടുത്തെ കേസ് എടുക്കുന്ന സമയത്ത് +I ഇഫക്റ്റ് കൂടുതലാണ്, 2 CH3 ഉണ്ട്. പക്ഷെ ഈ CH3 ഗ്രൂപ്പ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഇലക്ട്രോൺ പെയറിനെ ഷീൽഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അപ്കമിങ് ഗ്രൂപ്പിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വിട്ടുകൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, ബേസ് ആവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കേസിൽ എന്തില്ല, പുഷ് ഇല്ല എന്നുണ്ടെങ്കിലും ഇലക്ട്രോൺ പെയർ ഈസിലി വിസിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡറി മോർ ബേസിക്കും പ്രൈമറി പിന്നെ എന്താവുന്നത്, ടേർഷ്യറി ആവുന്നത്. ഓക്കെ, ഇതിലാണ് പുഷ് കൂടുതൽ. പക്ഷെ എന്താ സംഭവിക്കുക, അത് ഞാൻ എഴുതുമ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. CH ഇവിടെ എന്തുണ്ട്, ഒരു എന്തുണ്ട്, CH ഇവിടെ ഒരു H, ഇവിടെ H, ഇത് അവിടെ നോക്കിയോ, ഇവിടെ എന്തുണ്ട്, ഒരു NH2 ഉണ്ട്. ശരിയല്ലേ? നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതി CH3 എന്ന്. ശരിക്കും ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ശരിയല്ലേ? ഇങ്ങനെയാണ് നിൽക്കണം. ശരിയല്ലേ? ഇവിടെ നോക്കുന്നത്, അവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ എന്താ 2 CH3 ഗ്രൂപ്പ്. ഇവിടെ ഇപ്പൊ 3 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ നൈട്രജന്റെ എന്ത് സംഭവിക്കില്ല, ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബൾക്കി ഗ്രൂപ്പ് വരുന്ന സമയത്ത് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതിന്റെ ഓർഡറിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ നോക്കിയോ, ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെയും വരാം കേട്ടോ. CH3 ആൻഡ് എന്താണ് NH2 ഇങ്ങനെയും വരാം. ഇങ്ങനെ വന്നാൽ എന്താവും, ഇതിനേക്കാളും വീണ്ടും കുറവായിരിക്കും ഇതിന്. മനസ്സിലായില്ലേ? കാരണം 3 ബൾക്കി ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി. നമ്മുടെ ഇത്രയേ ഉള്ളൂ ഓർഗാനിക്കിന്റെ സെഷൻ എന്ന് പറയണത്. ഓക്കെ, ഇതാണ് ഓർഗാനിക്കിന്റെ കംപ്ലീറ്റ്. ഇതിപ്പോൾ നമ്മുടെ ഏകദേശം കഴിഞ്ഞു. ഇത് നെയിമിങ്ങിൻ്റെ ഇതാണ്. നിങ്ങൾ നോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം എന്ത് ചെയ്യാം, ഇതാണ് പ്രയോറിറ്റി സീരീസ്. അപ്പം നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിയാക്ഷൻ എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ എന്ത് എഴുതണം, നെയിമിങ് എഴുതണം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ചെറിയ വേർഡുകളുണ്ട്. ഏതൊക്കെ വേർഡുകൾ? ഒന്ന് വന്നിട്ട് എന്താണ്, ഞാൻ പറഞ്ഞു ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. ശരിയല്ലേ? ഇന്നലെ ഞാനൊരു എറ്റാഡ് റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞു ഇറ്റ്സ് എ പെരിസൈക്ലിക് റിയാക്ഷൻ.
ശരിയല്ലേ? അങ്ങനത്തെ കുറച്ച് വേർഡുകൾ, ആ വേർഡുകളൊക്കെ ഏതിലെങ്കിലും എന്ത് ചെയ്യാൻ നോക്കുക, ഇൻസേർട്ട് ചെയ്യാൻ, ഏതിലെങ്കിലും അല്ല ആ റിയാക്ഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് നമുക്ക് വീണ് കിട്ടും. അതുപോലെ തന്നെ ഓരോന്ന് എഴുതുന്ന സമയത്ത് അതിൻ്റെ താഴെ എന്ത് എഴുതണം, നെയിം എന്തായാലും മസ്റ്റായിട്ട് എഴുതണം. അപ്പം ഇതാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് എന്തെന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയും. ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള 2-3 റിയാക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡൈബൊറൈൻ വെച്ചിട്ടുള്ള ഒരു റിയാക്ഷനാണ്. പോയ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഡൈബൊറൈൻ വെച്ചിട്ട് നിങ്ങൾ ഏതാണ് ഒരു ആൽക്കീനെ കറസ്പോണ്ടിങ് എന്താക്കി മാറ്റുന്നത്, ആൽക്കഹോൾ ആക്കി മാറ്റുന്ന ഒരു ഡൈബൊറൈൻ വെച്ചുള്ള റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വില്യംസൺ സിന്തസിസിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ടേർഷറി ഒരു എന്താണ് ഫീനോക്സൈഡ് അല്ലെങ്കിൽ ടേർഷറി സോഡിയം ഓക്സൈഡ് സിസ്റ്റം എടുത്തിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. വില്യംസൺ സിന്തസിസ് അറിയാം നിങ്ങൾക്ക്. വില്യംസൺ സിന്തസിസിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പറയാം, റിയാക്ഷൻ ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഇതവിടെ പറയാം. വില്യംസൺ സിന്തസിസ് ഇതാ. ഈ റിയാക്ഷനിൽ എങ്ങനെയാന്ന് വെച്ചാൽ റിയാക്ഷൻ ചോദിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ എങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾ എടുത്തിട്ടുള്ള എന്താണ്, സോഡിയം ഫീനോക്സൈഡ് കണ്ടില്ലേ, ഈ സോഡിയം ഫീനോക്സൈഡ് ഈ സിസ്റ്റം എന്താ അവിടെ എടുക്കണതാ, CH3 ആൻഡ് എന്താണ് ONA. ഓക്കെ, ഇതിലേക്ക് എന്താ ആഡ് ചെയ്യണു, HI ആഡ് ചെയ്യണു. എന്താ ആഡ് ചെയ്യണു, HI ആഡ് ചെയ്യണം. എന്താ പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കുക, സോറി CH3ONA അല്ലേ, ഈതറ എടുക്കേണ്ടത്, സോറി CH3 ആണ് ഇവിടെ NA അല്ല, CH3. എന്താ പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കുക, എന്താണത്, ഈതറാണ്. ഓക്കെ, അതിൽ എന്താ ഫോർമേഷൻ നടക്കുക, അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഏതാണോ പോസിറ്റീവ് വരേണ്ടത് ആ കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആയിരിക്കണം. ഇതെന്ത് കാർബോകാറ്റയോൺ ആണ്, ടേർഷറി കാർബോകാറ്റയോൺ ആണ്. ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇതെന്തായിട്ട് മാറുക, എച്ചും എന്താണ് I- ശരിയല്ലേ, H+ എന്താണ് I-. ഈ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് എന്താണ്, മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ അതായിരിക്കും എന്താവുക, പോസിറ്റീവ് ചാർജ് ആയിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുക. 2 പോസിബിലിറ്റി ഇല്ലടാ പിള്ളേരെ, ഇവിടെയും ബോണ്ട് ബ്രേക്ക് ആവാം, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആവാം, പിന്നെ എന്ത് ചെയ്യാം, ഈ ഓക്സിജൻ വന്നിട്ട് ഈ ബോണ്ടും ബ്രേക്ക് ചെയ്യാം. 2 പോസിബിലിറ്റി ഇല്ലേ? അപ്പൊ ആ പോസിബിലിറ്റിയിൽ ഏറ്റവും ഫീസിബിൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ എന്താ നമുക്ക് ഫോർമേഷൻ നടക്കുമ്പോൾ കിട്ടുക, നമുക്ക് CH3 ആൻഡ് എന്താണ് I എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഇത് ഒരു 2 പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്താ അതിന് റീസൺ, അവിടെ എഴുതുന്ന സമയത്ത് എന്താ എഴുതേണ്ടത്, എന്താണ് പറ, ടേർഷറി കാർബോകാറ്റയോൺ എന്താണ് മോർ സ്റ്റേബിൾ ആണ്. ഈ റിയാക്ഷൻ അതിൽ ഞാൻ വിട്ടുപോയ റിയാക്ഷനാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വലി കംപ്ലീറ്റ് ഓർഗാനിക്കിലെ എല്ലാ റിയാക്ഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളിത് വായിച്ചു നോക്കി എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനം എന്ത് ചെയ്യണം, ഡൗട്ട് ഉള്ളത് എന്ത് ചെയ്യണം, ചോദിക്കണം. ഓക്കെ, ഇനി ഒരു 15 മിനിറ്റ് ഞാൻ ക്ലാസ് കൊണ്ടുവന്നുള്ളൂ. ഓർഗാനിക് സെഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിപ്പോൾ പ്രദീപ് ആൻഡ് ശ്രീനന്ദന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ടുള്ള ടോപ്പിക് ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉള്ളൂ നമുക്ക് ക്ലാസ്. അതിൽ ഞാൻ എന്ത് ചെയ്യണം, ഓവറോൾ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ മാത്രം കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ബോർഡിലേക്ക് തിരിച്ചു പോവുക. നമ്മൾ അന്ന് പറയാൻ വിട്ട ഒരു സംഭവമാണ്, ഏതാണ്, എന്തൊരു ഗ്രീൻ കളർ ഇതായിരിക്കും, വിസിബിലിറ്റി ഉണ്ടല്ലോ കുഴപ്പമില്ല. ഇതിന് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കാൻ പറ്റില്ലേ, ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, ഞാനതൊരു വേണ്ട മതി, എന്നാ പിന്നെ അത് കുഴപ്പമില്ല. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഉണ്ട്, കുഴപ്പമില്ല, മതി. ഞാനത് ഒരു 15 മിനിറ്റും കൂടെ കേട്ടോ കഴിഞ്ഞാൽ മതി. ഓക്കെ, കോർഡിനേഷൻ കെമിസ്ട്രി പുറകുന്നു പോവാണ്. ഓക്കെ, ഇത്ര കാര്യം നമ്മൾ ഇതൊക്കെ പറഞ്ഞു സംഭവമൊക്കെ. പാർട്ട് 1 ബുക്കിലുള്ള ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും ഇതുപോലെ ഉണ്ടോ സാർ എന്നാണ് ചോദ്യം.
ഞാൻ വേണമെന്നുണ്ടെങ്കിൽ റെഡിയാക്കാം. നിങ്ങളുടെ എക്സാമിന് മുന്നേ വരുന്നതിന് ആ സമയമാകുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാം, റെഡിയാക്കാം. ഒരുപാട് ബ്ലർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അത് റെഡിയാക്കാം. നമുക്ക് എന്തായാലും ഈ മോഡൽ എക്സാമിന് ഇല്ല, അടുത്ത എക്സാമിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാം, ആ ഷോർട്ട് നോട്ട്സ് കാണുന്നുണ്ടെങ്കിൽ റെഡിയാക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു പോവാണ് കേട്ടോ, എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ എഴുതിക്കോ, കോർഡിനേഷൻ കെമിസ്ട്രി. കോർഡിനേഷനിൽ ഞാൻ ഇതൊന്ന് പുറകും തന്നെ പോവുകയാണ്. ഒരു ഹൈബ്രിഡൈസേഷന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഹൈബ്രിഡൈസേഷന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ നമുക്കത് അറിയണം. ഒന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ് ഒരു എക്സാമ്പിൾ. CONH3 ആൻഡ് എന്താണ് 6 3+. ഓക്കെ, ഒന്ന്. പിന്നെന്താണ് COF6 എന്താണ് 3-. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്തറിയണം, ഈ സംഭവം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം, ശരിയല്ലേ? ഇതെന്താണ്, മെറ്റൽ ആറ്റം, സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണ്, പിന്നെന്ത് ലിഗാൻഡ് ആണ്, സെക്കൻഡറി ലിഗാൻഡ്, പിന്നെ പ്രൈമറി ലിഗാൻഡ്. കോർഡിനേഷൻ നമ്പർ എഴുതാൻ എന്തെഴുതാൻ അറിയാം, പിന്നെ എന്തെഴുതാൻ അറിയാം, ഇവിടെ മറ്റേ ഇത് എഴുതാൻ അറിയോ നിങ്ങൾക്ക്, 3+ ആണ്, ഇവിടെ 3-. എന്തെഴുതാൻ, കോർഡിനേഷൻ നമ്പർ എഴുതാൻ അറിയാം. നെയിം എഴുതാൻ അറിയില്ലേ, നെയിം. ഉറപ്പായിട്ടും കോർഡിനേഷൻ എന്ന് ചോദിക്കുന്ന 3 ക്വസ്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുകയാണ്. ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ 2 മാർക്ക്, മറ്റേതിന് ഒരു 2 മാർക്ക്, ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വെച്ചോ. ഫസ്റ്റ് ചോദിക്കുന്നത് ഒരു കോംപ്ലക്സ് ഇതുപോലെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്ന് നെയിം എഴുതാൻ, അല്ലെങ്കിൽ നെയിം തരും എന്നിട്ട് ആ കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതാൻ ചോദിക്കും. ഒന്ന്, ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമറിസം. ഏതാണ്, കോർഡിനേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, അല്ലേ, സോൾവേറ്റ് ഐസോമറിസം പറഞ്ഞ കുറച്ച് ഐസോമറിസം ഇല്ലേ, ആ ഐസോമറിസം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആയില്ലേ? മൂന്നാമത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ്. ഏതാണ്, ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ആൻഡ് എന്താണ് ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യാം, ചോദിക്കാം. നാലാമത് ഈ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ കണക്കാക്കുന്നത് എങ്ങനെയാണ്. ഫസ്റ്റ് ഞാനൊരു ക്രിസ്പായിട്ട് എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം, അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. നമുക്കറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, നമുക്കറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി ബ്ലോക്കിൽ എന്തുണ്ട്, 1 2 3 4 5, ശരിയല്ല, 5 എണ്ണം ഉണ്ട്. ഡി എന്താണ്, XY, DYZ, DX² മൈനസ് അല്ല DXZ, DX² മൈനസ് Y², DX² മൈനസ് Y², DX² മൈനസ് Y², DZ². ശരിയല്ലേ? ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് മാത്രമാണ്. പിള്ളേർക്ക് വരുന്ന തെറ്റാണത്. എപ്പോഴും എന്ത് ചെയ്യും, ഈ ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് പോയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കും. ഇല്ല, ടെട്രാഹെഡ്രൽ കോംപ്ലക്സിനെ കുറിച്ചിട്ടുള്ള എന്നില്ല, ഹൈബ്രിഡൈസേഷൻ നമുക്ക് പഠിക്കാനില്ല. നമുക്ക് എന്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ പഠിക്കാൻ. അപ്പൊ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എങ്ങനെ നടക്കണമെന്ന് അറിയണം. ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എളുപ്പത്തിൽ കണക്കാക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്ടാ പറഞ്ഞാൽ 8 ആണ് അല്ലെ. 8നെ നമ്മൾ ഇത് അങ്ങനെ എഴുതണോ, 8നെ എങ്ങനെ എഴുതണോ, ഇൻഫിനിറ്റി ഇട്ട് ഇതില്, എന്നിട്ട് എന്ത് ചെയ്യണോ, ഇതിനെ കട്ട് ചെയ്യണോ. ഇതിനെ കട്ട് ചെയ്യണ സമയത്ത് മുകളിൽ എത്ര പോർഷനാണ് വന്നിരിക്കുന്നത്, 2 പോർഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ഏതാണ്, ഓർബിറ്റിലാണ് എവിടെ വരിക, മുകളിൽ വരിക. അപ്പൊ നമുക്ക് ഈ ഡൗട്ട് ഇതാവുകയില്ല. മനസ്സിലായില്ലേ? ഈ നമ്മളാ മറ്റേ ദിലീപിന്റെ തിളക്കം ഫിലിമിൽ പറയണതാണ്, നമ്മളാ മറ്റേ 8നെ ഇങ്ങനെയാണോ കട്ട് ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ 3, ഇങ്ങനെയാണെങ്കിൽ 0 എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മൾ ഒക്ട എന്ന് പറയുന്ന 8നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നോക്ക്, 1 2 2 മുകളിൽ കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരിക്കലും മറന്നുപോയില്ല, അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ ഒക്ടാഹെഡ്രൽ തമ്മിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നോക്കിയോ, ഇത് എഴുതി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതി. അതുപോലെ ഇനി ബാക്കി എത്ര ഉള്ളത്, 3 ഓർബിറ്റിൽ ഇവിടെ ഉണ്ട്, ശരിയല്ലേ? 3 ഓർബിറ്റിൽ എവിടെ ഉണ്ട്, താഴെയുണ്ട്, 2 3. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതാണ് എന്തെന്ന് പറയുന്നത് EG എന്ന് പറയുന്നത്, ഇതാണ് എന്തെന്ന് പറയുന്നത് T2G എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സ്പ്ലിറ്റിംഗ് നമ്മൾ എഴുതുന്ന സമയത്ത് ഇതെന്താണ്, നോർമലി എഴുതുമ്പോൾ 3/5 Δ0 ആണ് എനർജി. ഇതിന്റെ എന്താണ് 2/5 Δ0 എന്നൊക്കെ എഴുതും. അതൊക്കെ എനർജി ഡിഫറൻസ് ആണ്. ഈ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ന്യൂട്രൽ ലിഗാൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ. എന്ത്, ഈ എനർജി എന്ന് പറയുന്നത്. ന്യൂട്രൽ ലിഗാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമൽ ആയിട്ടുള്ള ലിഗാൻസ്. ഇതിൽ 2 തരം ലിഗാൻഡ് വരും. എന്തൊക്കെ ലിഗാൻഡ് വരും, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും വരും, വീക്ക് ഫീൽഡ് ലിഗാൻഡും വരും. എന്ത് ലിഗാൻഡ് വരും ഇവിടെ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും വരും, എന്ത് ലിഗാൻഡും വരും, വീക്ക് ഫീൽഡ് ലിഗാൻഡും വരും. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും വീക്ക് ഫീൽഡ് ലിഗാൻഡും വരുന്ന സമയത്ത് എങ്ങനെ മാറ്റം വരിക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതാ പറയണു. ഓൾറെഡി എന്താണ് നമുക്കറിയാം, ഒരു റിയാക്ഷൻ നടത്തുന്ന സമയത്ത് എന്താണ്,
ഒരു കോർഡിനേഷൻ എന്തുണ്ട് മെറ്റൽ ആറ്റം ഉണ്ട് അല്ലെ? കോർഡിനേഷൻ മെറ്റൽ ആറ്റം ഉണ്ട്. ആ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റലിലാണ് എന്ത് ചേഞ്ച് വരുന്നത്? ഈ എനർജി ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. സ്ട്രോങ് ഫീൽഡ് വരികയാണെന്ന് വിചാരിക്കുക. പറഞ്ഞാൽ ഈ ലിഗാൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ്, NH3 സ്ട്രോങ് ലിഗാൻഡ് ആണ്, CN സ്ട്രോങ് ലിഗാൻഡ് ആണ്, CO സ്ട്രോങ് ലിഗാൻഡ് ആണ്. ഓക്കെ, ഇതൊക്കെ സ്ട്രോങ് ലിഗാൻഡുകളാണ്. ഈ ലിഗാൻഡ് വരുന്ന സമയത്ത് ഇതിന്റെ സ്പ്ലിറ്റിംഗ് കൂടും. എന്ത് സംഭവിക്കും? ഇതിന്റെ സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യും? ഒരുപാട് കൂടും, ഒരുപാട് ഗ്യാപ്പ് ആവും ഇവർ തമ്മിലുള്ള സ്പ്ലിറ്റിംഗ്. അപ്പൊ ഇവർ തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം ഇവിടെ തന്നെ പെയർ ചെയ്യിപ്പിക്കാൻ നോക്കും. കാരണം എന്താണ്? ഇലക്ട്രോൺ ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പ്ലിറ്റിംഗ് എനർജി നിൽക്കുകയാണ്. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കേസ് പറയണു ഞാൻ. രണ്ടാമത്തെ കേസ് പറയണത് അവിടെ ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ കേസ് പറയാണ്, ഏതാണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരികയാണ്. ഏതാ വീക്ക് ഫീൽഡ് ലിഗാൻഡ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, H2O, SCN-, OH, ഇതൊക്കെ എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഒരു സീരീസ് ഉണ്ട് അതിൽ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രേറ്റർ ദാൻ ഇട്ടിട്ട് ഒരു സീരീസ് ഉണ്ട്. അതിൽ നോക്കി അറിയാം സ്ട്രോങ് ഫീൽഡ്, വീക്ക് ഫീൽഡ് ഏതാന്നുള്ളത്. വീക്ക് ഫീൽഡ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, സ്പ്ലിറ്റിംഗ് കുറയും. സ്പ്ലിറ്റിംഗ് കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇലക്ട്രോണിനെ ഇവിടെ നമ്മൾ നോർമലി ഫില്ല് ചെയ്ത്, നാലാമത്തെ ഇലക്ട്രോണിനെ നമ്മൾ എവിടെ ഫില്ല് ചെയ്യും? ഇവിടെ ഫില്ല് ചെയ്യും. അഞ്ചാമത്തെ ഇലക്ട്രോൺ എവിടെ ഫില്ല് ചെയ്യും? ഇവിടെ ഫില്ല് ചെയ്യും. ശരിയല്ലേ? ആറാമത്തെ ഇലക്ട്രോൺ വരികയാണെങ്കിൽ എവിടെ ഫില്ല് ചെയ്യും? ഇവിടെ ഫില്ല് ചെയ്യും. കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്? കുറവാണ്. അതുകൊണ്ടാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്ന സമയത്ത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. എന്ത് ഫോർമേഷൻ നടക്കുന്നത്? ഇന്നർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3D ഓർബിറ്റൽ ആരെടുക്കും? ഹൈബ്രിഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അവരുടെ വരുന്ന ലിഗാൻഡ് എടുക്കും. വീക്ക് ഫീൽഡ് വരുന്ന സമയത്ത് എന്ത് വരുന്നത്? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയും. മറ്റേത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് ലോ സ്പിൻ കോംപ്ലക്സ് എന്നാ പറയുക. ഇനി എക്സാമ്പിൾ എഴുതുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഈ പറഞ്ഞ സ്പ്ലിറ്റിങ്. അപ്പൊ സ്ട്രോങ് ഫീൽഡ് വരുന്ന സമയത്ത് എന്താണ്? സ്പ്ലിറ്റിങ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടുന്ന് എങ്ങോട്ടേക്ക് ചാടാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് ചാടാൻ പറ്റില്ല. സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലായിരിക്കും. ഓക്കെ, അതേ ഇപ്പോൾ വീക്ക് ഫീൽഡ് വരുന്ന സമയത്ത് സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിതാ ഹൈബ്രിഡൈസേഷനിലേക്ക് പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഹൈബ്രിഡൈസേഷനിലേക്ക് പോകണു. ഏതാ എടുത്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞു ഒരു എന്താണ് നോർമലായിട്ട് നമ്മൾ ഓക്കെ നോർമലായിട്ട് ഈ സിസ്റ്റം എടുക്കണത് ആദ്യം ഫസ്റ്റ് നോക്കണം. എന്താ സിസ്റ്റം നോക്കണത്? എന്താ? NH3 ആണ്. എഴുതിക്കാൻ നോക്കട്ടെ. CONH3 എന്താണ്? എത്രയാണ്? 6 അല്ലേ? 6 എന്താണ്? +3. ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണെന്ന് പറഞ്ഞു നോക്കട്ടെ. എങ്ങനെ ഓക്സിജൻ സ്റ്റേറ്റ് വരിക? എന്താ ഓക്സിജൻ സ്റ്റേറ്റ് വരിക? ഓക്സിജൻ സ്റ്റേറ്റ് എത്ര വരിക? ഓക്കെ അതിപ്പോ നമുക്ക് 28-ന് മുന്നൊക്കെ റെഡിയാക്കാം. ഓക്കെ, അതിനൊക്കെ ഒരാഴ്ച മുമ്പ് നമുക്ക് നോക്കാം മാക്സിമം. കാരണം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നോക്കാം കേട്ടോ. -3 പിന്നെന്താണ്? -3 അല്ലേ? ഇവിടെ എത്ര വരിക? 6 അല്ലേ? സോറി, NH3 അല്ലേ? 0 അല്ലേ? NH3. അപ്പൊ എന്താ വരിക? എത്ര വരിക? -3 വരാൻ പാടില്ലല്ലോ. എത്രയാണ് ടോട്ടൽ? എത്ര വരേണ്ടത്? ഇതിന്റെ എങ്ങനെയാണ്? കോർഡിനേഷൻ കഴിഞ്ഞിട്ടല്ലേ ഇപ്പുറത്ത് വരേണ്ടത്, ശരിയല്ലേ? അപ്പൊ ഇവിടെ എത്ര വരിക? എങ്ങനെ വരിക? ഈ കോർഡിനേഷൻ കഴിഞ്ഞിട്ടില്ലടാ പിള്ളേരെ നമ്മൾ ഇത് എഴുതുക അല്ലേ? ഇതിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഇത് കോർഡിനേഷന്റെ നമ്പറാണ്. നിങ്ങൾക്ക് നോർമലി ഉള്ള ഒരു ഇതായിട്ട് തന്നെ എഴുതാം. CL3 എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം, ശരിയല്ലേ? ഇങ്ങനെ ആയിട്ട് എഴുതി ഞാൻ. അപ്പൊ ഇവിടെ എന്താണ്? ഇത് -3 എന്താണ്? ഇതെന്താവണം? +3 ആവണം അല്ലേ? +3 ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ 0 ഇതിന്റെ എന്തായിരിക്കും? +3. ഇതിപ്പോ നമ്മൾ ഇത് +3 ആയി, ഇത് കംപ്ലീറ്റ് +3 ആണ്. ഇത് -3 ആകുമ്പോൾ എന്താവുള്ളൂ? 0 ആവുള്ളൂ, ശരിയല്ലേ? അപ്പൊ എന്താ വരിക? CO എന്താണ്? +3. അപ്പൊ സിയോടെ +3 പറഞ്ഞാൽ CO എത്രയാണ് ആറ്റമിക് നമ്പർ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, ശരിയല്ലേ? 7. D7 ആണ്. 4s2 എന്താണ്? 3d7, ശരിയല്ലേ? ഇങ്ങനെയല്ലേ വരിക? പ്രശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ എഴുതുകയാണ്. ഇവിടെ എഴുതുന്നു, ശ്രദ്ധിച്ചോ. ഇവിടെ എഴുതണോ? ആദ്യം എന്തെഴുതണോ? 3d 1 2 3 4 5. ഇതെന്താണ്? 3d. പിന്നെന്തെഴുതണോ? 4s. പിന്നെന്തെഴുതണോ? 4p 1 2 3. സോറി,
1 2 3 പിന്നെ എന്തുണ്ട് ഇവിടെ? എന്തുണ്ട് പിള്ളേരെ ഇവിടെ? 1 2 3 4 5 4D. ഇവിടെ എന്താണ് 4P എഴുതുന്നു, ശ്രദ്ധിച്ചോ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എന്ത് ലിഗാൻഡാ വന്നിട്ടില്ല ഇവിടെ? എന്ത് ലിഗാൻഡാ വന്നിട്ടുള്ളത്? NH3 എന്ത് ലിഗാൻഡാണത്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പൊ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൽ എന്താണ്? സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും, എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ജമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൾറെഡി ഇതിന്റെ എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്? പ്ലസ് എന്താണ് 3 ആണ് അല്ലെ? +3 അല്ലേ? അപ്പൊ എന്താണ് എസിലുള്ള ഇവിടെ നമ്മൾ ആദ്യം എന്താ ഇത് എഴുതുന്നു? ആദ്യം 4s2 എന്താണ് 3D 1 2 3 4 5 6 7 എന്ന് എഴുതുന്നു ഇവിടെ. ശ്രദ്ധിക്കുക, വെറുതെ ഞാൻ ഒരു നോർമലായിട്ട് എഴുതിയതാണ്, ഒരു കൊബാൾട്ടിന്റെ കോൺഫിഗറേഷൻ എഴുതിയതാണ്. ഇത് എന്ത് സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്? കൊബാൾട്ട് എത്താണ്? +3 ആണ്. അപ്പൊ ഇതിൽ 2 ഇലക്ട്രോൺ പോയി. എസിലുള്ള 2 ഇലക്ട്രോൺ പോയോ? പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? ഇതിലുള്ള 1 ഇലക്ട്രോണും പോയി. കറക്റ്റ് അല്ലേ? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് നമുക്കറിയാം എന്ത് ലിഗാൻഡ് ആണെന്ന്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ജമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ എന്ത് ചെയ്യും? ലോവർ എനർജി ലെവലിൽ തന്നെ T2G തന്നെ എന്ത് ചെയ്യും? പെയർ ചെയ്യും. ഇത് എന്താണ്? dx² - y² dz² ആണത്, ശരിയല്ലേ? ഇത് ഒരുപാട് മുകളിലാണ് കിടക്കുന്നത്. അപ്പൊ ലിഗാൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോൺ അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇവര് T2G തന്നെ എന്ത് ചെയ്യും? ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി എത്ര NH3 ഉള്ളത്? എത്രയുള്ളത് NH3? 6 എണ്ണം ഉണ്ട്. 6 NH3 ഇല്ലേ? ഓരോ ലിഗാൻഡും പെയർ ഓഫ് ഇലക്ട്രോൺ കൊണ്ടാണ് വരുന്നത്, ശരിയല്ലേ? ഇവിടെ ഒരു NH3, ഇവിടെ ഒരു NH3, ഇവിടെ ഒരു NH3, ഇവിടെ ഒരു NH3, എത്ര? 4 5 6. കറക്റ്റ് അല്ലേ? അപ്പൊ എന്താ ഹൈബ്രിഡൈസേഷൻ? എന്താണ്? D2 എന്താണ്? S പിന്നെന്താണ്? P3. ഇതാണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സും നമ്മുടെ ഡിഫറൻസ്. ഞാൻ പറഞ്ഞത് ഒരു കൂടെ ശ്രദ്ധിച്ചോ. സ്ട്രോങ് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എന്ത് പെയർ ചെയ്യിപ്പിക്കും? ലോവർ എനർജി ലെവലിൽ പെയറിംഗ് നടത്തും. ഇത് വേഗം എഴുതി വെച്ച് നോക്കട്ടെ. ഇതേതിന്റെ ആ സംഭവം ഒന്ന് പറഞ്ഞുതരാം. അതിബ പ്രദീപ്, ശ്രീനന്ദൻ, അത് മനസ്സിലായോ? കോർഡിനേഷനിൽ ഹൈബ്രിഡൈസേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. എന്ത് ഈ ഇന്നർ ഓർബിറ്റൽ എന്ന് പറയാൻ കാരണം? എന്താ പിള്ളേർ ഇന്നർ ഓർബിറ്റൽ എന്ന് പറയാൻ കാരണം? എന്താ ഇന്നർ ഓർബിറ്റൽ? ഇതാ ഉള്ളിലുള്ള പറഞ്ഞാൽ എസ് കഴിഞ്ഞിട്ട് ശരിക്കും അപ്പുറത്തേക്കുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. ഇന്നർ ഉള്ള 2 ഓർബിറ്റിന് എടുത്തു നമ്മൾ. ആണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. കാരണം D എന്ന് പറഞ്ഞത് ഇന്നറിൽ കിടക്കുന്നതല്ലേ? ആ ഇന്നറിലുള്ള 2 എന്ത് ചെയ്തു? ആറ്റമിക് ഓർബിറ്റിൽ നമ്മൾ എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട്. D2 sp3 ഹൈബ്രിഡൈസേഷൻ. കോർഡിനേഷൻ നമ്പർ 6 മുകളിൽ പോയാൽ അത് എന്ത് തന്നെയാണ്? ഒക്ടാഡർ കോംപ്ലക്സ് ആണ്. മനസ്സിലായില്ലേ? ഇതേ സംഭവം ഇതൊന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾ. COF6ന്റെ എന്താണത്? അവിടെ എന്താണ്? അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല? ഇവിടെ എന്ത് ചെയ്യില്ല? നമ്മൾ പെയറിംഗ് ചെയ്യില്ല. ഏതാകുമ്പോ? ഇതാകുമ്പോ, ശരിയല്ല? ഇതാകുമ്പോ എന്ത് ചെയ്യില്ല? പെയറിംഗ് നമ്മൾ എന്ത് ചെയ്യില്ല. അപ്പൊ അത് വെച്ചിട്ടൊന്ന് എഴുതി നോക്കിയാൽ നോക്കട്ടെ. COF6 ആൻഡ് എന്താണ്? 3- അല്ലേ? -3. അപ്പൊ എന്താ കിട്ടുക? 3- എന്താ കിട്ടുക? എന്താണ്? -6, ശരിയല്ലേ? അല്ലേ? ഇത് +3 ആവണ്ടേ? ശരിയല്ലേ? അപ്പൊ എത്ര വരിക? ഇതിപ്പോ നമ്മൾ -3 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ എന്തെടുക്കണം? +3 എടുക്കണം. +3 എടുത്ത് കഴിഞ്ഞാൽ -3 കോർഡിനേഷൻ മുകളിൽ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ എത്ര വരിക നോക്കട്ടെ. കോബാൾട്ട് ഇതേപോലെ തന്നെ 4s2 എന്താണ്? 3D എന്താണ്? 7 എന്താണ്? ഇതേപോലെ എഴുതുന്നു നമ്മള്. എന്താണ്? D ഓർബിറ്റില് 1 2 3 4 5, ശരിയല്ലേ? dxy വരുമ്പോ ഇതുണ്ട് 3D, പിന്നെന്താണ്? 4s, പിന്നെന്താണ്? 4p, പിന്നെന്താണ്? അതുപോലെ തന്നെ എന്താണ്? 4D. ഓക്കെ, 4s 4p ആൻഡ് എന്താണ്? 4D. ഓക്കെ, ഇതവിടെ നോക്കിക്കോ. ഇലക്ട്രോൺ ഫില്ല് ചെയ്യണോ? സ്പ്ലിറ്റിംഗ് കുറവാണ്, ശരിയല്ലേ? അപ്പൊ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണോ? എത്ര ഇലക്ട്രോൺ ഉള്ളത്? 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. പിന്നെന്തുണ്ട്? 1 2 3 4 5 6 7, ശരിയല്ലേ? ഇതവിടെ ശ്രദ്ധിച്ചോ. നമുക്ക് എന്താണ്? കൊബാൾട്ട് എത്രയാണ്? +3 ആണ്, ശരിയല്ലേ?
കോബാൾട്ട് +3 ആണ്, ശരിയല്ലേ? അപ്പൊ എന്താ ഇവിടുന്ന് ഇലക്ട്രോൺ പോടാ, എസ് 2 പോകും, ശരിയല്ലേ? എസ് 2 പോയി, പിന്നെന്താണ് ഇവിടുത്തെ ഒരു ഇലക്ട്രോണും കൂടെ പോകും, ശരിയല്ലേ? അല്ലല്ലോ, 1 2 3 4 5 6 7. ഇതും ഇന്നർ ഓർബിറ്റിലല്ലേ വരുള്ളൂ നമുക്ക്. TsP3 എന്നല്ല ഹൈബ്രിഡൈസേഷൻ വരിക. 2 ഇലക്ട്രോൺ എസ് എന്നും പിന്നെ എന്ത് ചെയ്തു CO+3 അല്ലേ? ഇതിൽ കോർഡിനേഷൻ നമ്പർ എന്തെങ്കിലും തെറ്റുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിയേ, കോർഡിനേഷൻ നമ്പർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയേ. +3 -3 ആണ് വരേണ്ടത്, കറക്റ്റ് ആണ്. +3 എന്ന് പറയുമ്പോൾ 4s2 3d6 അല്ലേ വരേണ്ടത്? ഞാൻ റിമൂവ് ചെയ്തത് മാറിപ്പോയി. ഇവിടെ അല്ലേ ഇലക്ട്രോൺ ഇത് ചെയ്തിരിക്കുന്നത്, ഇത് ഓൾറെഡി സിംഗിൾ ഓരോന്ന് ഫില്ല് ചെയ്തിരിക്കുകയല്ലേ. അടുത്ത ഏതാ ഇലക്ട്രോൺ ചെയ്യേണ്ടത്? ഇങ്ങനെ ഫില്ലിങ് നടക്കുക പിള്ളേരെ, ഫില്ലിങ് എങ്ങനെ നടക്കുക? 1 2 3 4 5, ശരിയല്ലേ? ഇതാ 1 2, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? എത്രയുണ്ട്? 3d എത്ര? +3 പോയി കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3d എത്രയുള്ളത്? 6 ഉള്ളത്, ശരിയല്ലേ? 1 2 3 4 5 6, കറക്റ്റ് അല്ലേ? ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇലക്ട്രോൺ ഞാൻ ഇവിടുന്ന് എടുക്കണ്ട. ഓക്കെ, അപ്പൊ 6 കറക്റ്റ് ആയില്ലേ? അപ്പൊ ഇനിയിപ്പോ നമ്മൾ എഴുതുന്നു, ശ്രദ്ധിച്ചോ, എത്ര ആൾക്കാരെ അറ്റാച്ച് ചെയ്യാനുള്ളത്? എത്ര എണ്ണം? 6 എണ്ണം. ഇതാ ഒരാൾ ഇവിടെ, ഒരാൾ ഇവിടെ, ഒരാൾ ഇവിടെ, ഒരാൾ ഇവിടെ, ഒന്ന് ഇവിടെ, 1 2 3 4 5 ആൻഡ് എന്താണ് 6. അപ്പൊ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ യൂസ് ചെയ്തു? എസ്, പിന്നെന്താണ് P3, എന്താണ് D2. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ് വിളിക്കുക, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഇത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 6 മാർക്ക് കോർഡിനേഷൻ കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഇത് തരികയാണ് നിങ്ങൾക്ക്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈസ്പിൻ കോംപ്ലക്സ് ആണ്. ഹൈസ്പിൻ കോംപ്ലക്സ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിന് താഴെ തന്നെ എഴുതേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രോൺ, അൺപെയർഡ് ഇലക്ട്രോൺ വന്ന പാരാമാഗ്നറ്റിക് ആയിരിക്കും. എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്, √n × n+2. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കണ്ടാവും. അത്രയും BM ആണ് നമുക്ക് എന്ത് കിട്ടുക? മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ. ഇത് 1 മാർക്കിന് നോർമൽ ഇതിൽ ചോദിക്കാവുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിയിലുള്ള നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ് n എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എല്ലാം എടുത്ത് നോക്കിയാൽ എല്ലാം എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. ഓൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആർ എന്താണ്? ഡയാമാഗ്നറ്റിക്. ഓൾ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആർ എന്താണ്? പാരാമാഗ്നറ്റിക്. ഓക്കെ, അപ്പൊ ഈ കോർഡിനേഷനിൽ ഒരു 4 ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങൾ ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു 3 ക്വസ്റ്റ്യൻ. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാന്തനൈഡ് ആക്നൈഡ് കോൺട്രാക്ഷൻ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വൈ ഡി ബ്ലോക്ക് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KMnO4 ആൻഡ് K2Cr2O7 ഒരു പ്രിപ്പറേഷൻ ഉണ്ട് അതിൽ, ശരിയല്ലേ? നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ? KMnO4 ആൻഡ് K2Cr2O7 പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷനും അതിൽ വരുന്ന ഒരു ഓക്സിഡേഷനോ അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷനോ, അതിലൊരു ഡിസ്പ്രപ്പോസിനേഷൻ റിയാക്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കണം. അത് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിഡക്ഷനും ഒറ്റ റിയാക്ഷൻ നടക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കേണ്ട ഒരു റിയാക്ഷനാണ്. ഓക്കെ, അപ്പൊ കോർഡിനേഷന് ഒരു 6 മാർക്ക് ഡി ആൻഡ് എഫ് എന്നുള്ളതും ആയി. ഇനി നമുക്ക് ഏതാ ഉള്ളത്? കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, അതിന്റെ ഹാഫ് ലൈഫ് പീരീഡിന്റെ എല്ലാത്തിനും ഇക്വേഷൻ എഴുതണം. ഒരു പ്രോബ്ലം എന്ത് ചെയ്യും? ഫസ്റ്റ് ഓർഡറിന്റെയോ 0 ഓർഡറിന്റെയോ വെച്ചിട്ടുണ്ടാവും. കാരണം അതിൽ വേറൊന്നും ചോദിക്കാനില്ല. എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഓർഡറോ 0 ഓർഡറോ ഒക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം തന്നെ അതിന്റെ എന്ത് വരച്ച് വെക്കണം? ഗ്രാഫ് വരച്ച് വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കാരണം വളരെ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്ത് കളയുമത്. അത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അതിന്റെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഉള്ള ഇക്വേഷൻ, അതുപോലെ എന്താണ് അതിലൊരു പ്രോബ്ലം, അതിന്റെ ഗ്രാഫ്. ഓക്കെ, പിന്നെന്താണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അത് കൂടാതെ ഇതിന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വേറൊരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്? അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഏതാണ്? അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ നമുക്കറിയാം, K ഈക്വൽ ടു AE റേസ് ടു മൈനസ് EA ഡിവൈഡഡ് ബൈ RT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. ശരിയല്ലേ? ഈ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് പ്രോബ്ലം അല്ല ചോദിക്കുക, ആക്ടിവേഷൻ എനർജി കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിഫറെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം ചോദിക്കുക. എപ്പോഴും ഫസ്റ്റ് ആലോചിക്കേണ്ടത് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇത് 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം? കെമിക്കൽ കൈനറ്റിക്സിൽ മസ്റ്റ് ആയിട്ട് നോക്കണം. ഇലക്ട്രോ കെമിസ്ട്രി എടുക്കണോ? ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഞാൻ പറയാം, ഇതാ ഇലക്ട്രോ കെമിസ്ട്രി എടുക്കണോ? ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്ന് ഇതാണ്. എന്താണ്? സെൽ റെപ്രസെന്റേഷൻ. സെൽ റെപ്രസെന്റേഷൻ. സെൽ റെപ്രസെന്റേഷൻ ഒന്ന്. രണ്ടാമത്തത് വന്നിട്ട് എന്താണ്? നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് ഒന്നോ എന്ത് ചെയ്യാം? പ്രോബ്ലം ചോദിക്കാം. പിന്നെന്താണ്? തേർഡ് വണ്ണ് വന്നിട്ട് നോർമലി നമുക്ക് എന്താണ് ഡാനിയൽ സെല്ലിന്റെ കാര്യം പറയേണ്ടത്, ഗാൽവാനിക്ക് നമ്മൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സെൽ റെപ്രസെന്റേഷൻ ഉണ്ട്, ആനോഡ് കാഥോഡ് ഉണ്ട്. ഇതിൽ ഓൾറെഡി എന്ത് വരുന്നുണ്ട്? ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട്. ശരിയല്ലേ? ഈ സെൽ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് എത്ര ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. 0.39 gram ഓഫ് എന്താണ് NaCl എന്ന് പറഞ്ഞിട്ട് അതിൽ എത്ര ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഇത് ഇതെന്നുള്ളത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, ലാംഡ എം. ഈ ലാംഡ എം √C വെച്ചിട്ട് ഒരു ഗ്രാഫ് ഉണ്ട് അല്ലേ? വീക്ക് ഇലക്ട്രോലൈറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഒരു ഗ്രാഫ് ഉണ്ട്. ശരിയല്ലേ? വീക്ക് ഇലക്ട്രോലൈറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഈ ഗ്രാഫ് എന്ത് ചെയ്ത് വെക്കണം? നോക്കി വെക്കണം. എപ്പോഴും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടണം. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എങ്ങനെയാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി ഇതായി. പിന്നെന്താണ്? സെൽ റെപ്രസെന്റേഷൻ, നേൺസ്റ്റ് ഇക്വേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി ഇതായി. ഇതിൽ മോളാർ കണ്ടക്ടിവിറ്റി വരുന്നതാണ് ഈ സംഭവം. പിന്നെ ഫ്യൂവൽ സെല്ല്. നമ്മളെ ബാറ്ററീസ് ഇല്ലേ? ബാറ്ററീസിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂവൽ സെല്ല്. അതിന്റെ ആനോഡിക് കാഥോഡിക് റിയാക്ഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, മെർക്കുറി സെല്ലൊന്നും ചോദിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രൈമറി സെക്കൻഡറി സെല്ലുകളുടെ എന്തായാലും ആനോഡിക് കാഥോഡിക് റിയാക്ഷൻ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക? ഫ്യൂവൽ സെല്ല് മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ഇപ്പൊ കുറച്ച് ഇങ്ങനെ ഇത് നിൽക്കുന്ന ഒരു സംഭവമാണുള്ളത്. പിന്നെ ഇത് എപ്പോഴും ഓർക്കുക, എന്താണ്? റെഡ് കാറ്റന്റെ എന്താണ് അനോക്സി എന്ന് പറഞ്ഞ സാധനം ഓർക്കുക. അപ്പോഴേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് കാറ്റ് അനോക്സി എന്ന് പറയുന്നത് എന്താണ്? റെഡ് കാറ്റ് അനോക്സി എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അറ്റ് കാഥോഡ്, ആനോഡ് അറ്റ് എന്താണ്? ആനോഡില് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ പറഞ്ഞ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, റിഡക്ഷൻ പറഞ്ഞ ഇലക്ട്രോൺ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. അപ്പോ അനോക്സി റെഡ് കാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് വെക്കുക? അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് എന്ത് വരുന്നത്? മെയിൻ ആയിട്ട് ഏതിൽ വരുന്നത്? നമ്മുടെ ഏതിൽ വരുന്നത്? ഇലക്ട്രോ കെമിസ്ട്രി വരുന്നത്. സൊല്യൂഷനിൽ അതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഇൻ ഫീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. മനസ്സിലായില്ലേ? ഈ 3-4 ടേമുകൾ. ഒന്ന് ഐഡിയൽ ഗ്യാസ്, നോൺ ഐഡിയൽ ഗ്യാസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് മെയിൻ. ബാക്കിയുള്ളത് നോക്കണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതാണ് മെയിൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഇതിൽ തൊടാതെ ഒരു ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിന് ഇടാൻ അവർക്ക് പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഓർഗാനിക് ബേസിലേക്ക് വരികയാണ്. ഇപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓർഗാനിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. എറ്റാഡ് പോയ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം എറ്റാഡ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും നിങ്ങൾ നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ്. ഗ്യാഡർമാൻ കോച്ച് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾഡോൾ കണ്ടൻസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സാൻ മേയേഴ്സ് മിക്ക സമയത്തും ചോദിക്കാറുണ്ട്. പിന്നെന്താണ്? ഗ്രിഗ്നാർഡ് സിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഗ്നാർഡ് സിന്തസിസ്. പിന്നെ വന്നിട്ട് ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മിക്കവാറും ഫീനോളിലായിരിക്കും ചോദിക്കുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കാരണം എന്താ വെച്ചാൽ ഫീനോളിനാണ് 2 പ്രോപ്പർട്ടി കാണിക്കുന്നത്. മറ്റു ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഫീനോൾ? എന്താണ് മിക്കതും ഡ്യുവൽ പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഡയലൂട്ട് HNO3 ആഡ് ചെയ്യുന്ന സമയത്തും കോൺസെൻട്രേറ്റ് HNO3 ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അപ്പൊ അത് ഒന്ന് നോക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മറ്റേ ഒരു ഫോസ്ജീൻ ഗ്യാസിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. ഫോസ്ജീൻ ഒരു ക്ലോറോഫോമും ഓക്സിജനും ആയിട്ട് റിയാക്ഷൻ നടത്തുന്ന സമയത്ത്
POCl2 എന്ന് പറഞ്ഞിട്ട് POCl3 എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഫോർമേഷൻ നടക്കുന്നത്. അത് നിങ്ങൾക്ക് അതിന്റെ അവസാനം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഫോസ്ജീൻ ഗ്യാസിന്റെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. പിന്നെ ആൽക്കോൾസ് ആൻഡ് ഫീനോൾസിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഒലിയം ആഡ് ചെയ്യുന്നത് ഫീനോളിന്റെ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മറ്റേ ഫീനോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എറ്റാഡ് പറഞ്ഞു, ഗാർമാൻ കോച്ച് പറഞ്ഞു. പിന്നെ അതാണ് ടെസ്റ്റുകൾ, ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ നോക്കി വെക്കണം. ഓക്കെ, ഏതൊക്കെയാണ് ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ നോക്കി വെക്കണം, കാരണം ഫീനോളിലൊക്കെ മിക്ക സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വന്നിട്ട് ആൾക്കോൾസ് HVZ റിയാക്ഷൻ മിക്ക സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. ആൾഡോൾ കണ്ടൻസേഷൻ എഴുതിയോ? ആൾഡോൾ എഴുതിക്കോ. HVZ. പിന്നെന്താണ് അസിഡിറ്റി? ഏതാണ് നമ്മളിപ്പോൾ കാർബോക്സിലിക് ആസിഡ്, ആൽക്കോൾസ്, ഫീനോൾസ് പറഞ്ഞില്ലേ, അതിന്റെ അസിഡിറ്റി മിക്ക ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 3-4 അത് എങ്ങനെ ചോദിക്കുക പറഞ്ഞാൽ അസിഡിറ്റി എങ്ങനെയാണെന്നല്ല 3-4 തന്നിട്ടാണ് ചോദിക്കുക. അസിഡിറ്റി മിക്ക ചോദിക്കാണ്ട്. അമീൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ വെച്ചാൽ, കാരണം നോർമൽ ഉള്ളതിനേക്കാളും ക്യാപ്പിംഗ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അമീൻസിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ നടത്തുക. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് വെക്കുക, നോക്കി വെക്കുക. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. പിന്നെന്താണ് കാർബലമീൻ റിയാക്ഷൻ. ഇറ്റ് ഈസ് എ റിയാക്ഷൻ യൂസ്ഡ് ഫോർ ദ എന്താണ് കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് പ്രൈമറി അമീൻ ആണ് കാർബലമീൻ റിയാക്ഷൻ. പ്രൈമറി അമീൻ്റെ പ്രൈമറി എന്താണ് കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് കാർബലമീൻ റിയാക്ഷൻ. പിന്നെ അമീൻസിൽ കപ്ലിംഗ് റിയാക്ഷൻ ഒന്നുമില്ല, ബാൽഷീമാനൊന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ. പിന്നെ വന്നിട്ട് അതിൽ നിങ്ങൾ നോർമലി വരുന്ന കുറേ സംഭവമുണ്ട്. KA വെച്ചിട്ട് അത് സാൻമേസിലെല്ലാം ഉൾപ്പെടും. ബയോമോളിക്യൂൾസ് എടുക്കുന്ന സമയത്ത് മറ്റേ നമ്മൾ ഈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വന്നിട്ട് നമുക്ക് ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് സൂക്രോസിന്റെ ഏതൊക്കെയാണ്, ഫ്രക്ടോസ് ആൻഡ് എന്താണ് ഗ്ലൂക്കോസ്, അതുപോലെ മാൾട്ടോസിന്റെ എന്താണ്, ഗാലക്ടോസിന്റെ എന്താണ്, അങ്ങനെയുള്ള ഒരു കുറച്ച് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്. പിന്നെ ഫാറ്റ് സോലുബിൾ ആൻഡ് എന്താണ് വാട്ടർ സോലുബിൾ വിറ്റമിൻസ് ബയോമോളിക്യൂൾസിൽ, ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ സോലുബിൾ വിറ്റമിൻസ്. അമിനോ ആസിഡ്സ് ഏതാണ്, ജസ്റ്റ് എന്ത് ചെയ്യും നോക്കുക, സ്ട്രക്ചറും ഈ സാധനങ്ങളൊന്നും നോക്കുക. നിങ്ങൾക്ക് അറിയാം അത് അമിനോ ആസിഡ്സ് ആണ് എപ്പോഴും എന്ത് ഫോർമേഷൻ നടത്തുക, വാക്ക് പറയുന്നത് ശ്രദ്ധിച്ചോ, സ്വിട്രയോൺ ഫോർമേഷൻ നടത്തുക. എന്താണ് സ്വിട്രയോൺ? വാട്ട് യു മീൻ ബൈ സ്വിട്രയോൺ ചോദിക്കാം. എന്താ സ്വിട്രയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തില് എന്താണ് ഒരു ആസിഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ എന്താണ് ഒരു അമീൻ ഗ്രൂപ്പും വരുമ്പോഴാണ് അവർ എന്ത് ചെയ്യുക, സ്വിട്രയോൺ ഫോർമേഷൻ നടത്തുക. ഇവിടെ എന്ത് സംഭവിക്കും, ഈ ഹൈഡ്രജൻ എങ്ങോട്ട് ജമ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്, NH3 എന്താണ് പ്ലസും പിന്നെന്താണ് CH2 ആണ് കേട്ടോ, സോറി CH2 ആൻഡ് എന്താണ് CO മൈനസ് ആയിട്ട് നിൽക്കും. ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഇതിനെയാണ് സ്വിട്രയോൺ എന്ന് വിളിക്കുക. അപ്പൊ അത് ഒരു എക്സാമിന് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുക, ഇന്ന് പോയിട്ട് ശ്രീനന്ദന ആരാണ്, പിന്നെ അദിബ പ്രദീപ്, ക്ലാസ് ഇത്രയാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ സ്ലൈഡും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇവിടെ സ്റ്റാഫിൻ്റെ അടുത്തോ എൻ്റെ നമ്പർ വാങ്ങിച്ച് എന്നെ പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID ഒക്കെ ഞാൻ അതിൽ കോട്ട് ചെയ്യാം. അപ്പോൾ മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം വരുന്നത് ഓരോ ചാപ്റ്ററിലും. അതുപോലെ തന്നെ ഓർഗാനിക് എന്ന് പറയുന്നു. ഇത് കൂടാതെ നമ്മൾ മെയിൻ എക്സാമിന് മുന്നേ ഒരു റിവിഷൻ സെക്ഷനും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.